ഹായ് ആൾ, വെൽക്കം ടു ടെക് പി എസ് സി മെക്കാനിക്കൽ. ടെക് പി എസ് സി മെക്കാനിക്കൽ എക്സാംസിന്റെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് നിങ്ങൾ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ AMVA 2026 വിളിച്ചിട്ടുള്ള ഈ AMVA നോട്ടിഫിക്കേഷൻ വന്ന കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. നിങ്ങൾ എത്ര പേര് അപ്ലൈ ചെയ്തു എന്ന് അറിയില്ല. കുറേ പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. കുറേ ആൾക്കാർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പല ബുദ്ധിമുട്ടും ഉണ്ട് എന്ന് നമ്മോട് പറയുന്നുണ്ട് അല്ലേ? പല ആളുകളിലും കയറുന്ന സമയത്ത് ഇൻഎലിജിബിൾ കാണിക്കുന്നു, ഡിക്ലറേഷൻ ഫില്ല് ചെയ്യാൻ പറയുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ കയറുന്ന സമയത്ത് നമുക്കും അത് കാണുന്ന സമയത്തൊന്ന് ടെൻഷനാവും. എന്താണ് ഇങ്ങനെ കാണിക്കുന്നതിൽ. സോ അങ്ങനെ കുറേ ഡൗട്ടുകൾക്കുള്ള ഒരു ക്ലാരിഫിക്കേഷൻ്റെ കൂടിയാണ് ഇന്നത്തെ ഈ ഒരു ലൈവ് സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യുക. അതിൻ്റെ എന്താണ് നിങ്ങൾക്ക് ഇൻഎലിജിബിൾ കാണിക്കുന്നത്, അല്ലെങ്കിൽ ഡിക്ലറേഷൻ ഫില്ല് ചെയ്യുന്ന കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ നമ്മൾ AMVAക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഡിപ്ലോമ ലെവലിൽ എക്സാം ആയതുകൊണ്ട് നമ്മൾ ഡിപ്ലോമക്ക് ഉപയോഗിക്കുന്ന ഈ ഒരു ക്യാപ്സൂൾ ബുക്സ് ഏതൊക്കെയാണ്, നമുക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഏതൊക്കെ നമ്മൾ വർക്കൗട്ട് ചെയ്യണം. നമുക്ക് ജസ്റ്റ് AMVA നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ജസ്റ്റ് ഒന്ന് ഒരു നോട്ടിഫിക്കേഷൻ എന്താണെന്നുള്ളത് ഒന്ന് ആദ്യം ഒന്ന് പറഞ്ഞിട്ട് പോകാം അല്ലേ. അപ്പം നമുക്ക് AMVAയിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്നുള്ള ഒരു പോസ്റ്റിലോട്ടാണ് വിളിച്ചിട്ടുള്ളത്. ശരിക്കും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ ഒരു ടെക്നിക്കൽ പോസ്റ്റിലെ ഏറ്റവും ഒരു എൻട്രി ലെവൽ പോസ്റ്റാണ് നമ്മുടെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. അതിനുശേഷം അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആയി കയറി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറ്റും, പ്രൊമോഷനൊക്കെ കിട്ടിയിട്ട് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അതിന്റെ മുകളിലോട്ട് ജോയിന്റ് RTO എന്നുള്ള ലെവലിൽ നമുക്ക് മാറാൻ പറ്റും. സോ ഡിപ്ലോമ ഓട്ടോമൊബൈൽ അല്ലെങ്കിൽ ഡിപ്ലോമ മെക്കാനിക്കലാണ് ഇതിന്റെ ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് കൊണ്ട് ആ ഒരു ക്വാളിഫിക്കേഷനിൽ വെച്ച് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു ഗ്ലാമറസ് പോസ്റ്റ് തന്നെയാണ് ശരിക്ക് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലേ. അതേപോലെ തന്നെ അത്യാവശ്യം നല്ല ഒരു സാലറി സ്കെയിലും അല്ലെ, ഈ ഒരു ഡിപ്ലോമ ലെവലിൽ നമ്മൾ എഴുതുന്ന എക്സാമുകളിൽ അത്യാവശ്യം നല്ലൊരു സാലറി സ്കെയിൽ, ഒരു ഹയസ്റ്റ് സാലറി സ്കെയിൽ എന്ന് തന്നെ പറയാം, നല്ലൊരു സാലറി സ്കെയിലൊക്കെ ഉള്ള ഒരു ജോബാണ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ സമൂഹത്തിൽ തന്നെ ഈ ഒരു മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ ഇങ്ങനെ ഒരു ഇതിൽ ജോലി ചെയ്യുക എന്ന് പറയുന്നത് നല്ലൊരു വേലയും കൂടി ക്രിയേറ്റ് ചെയ്യുന്നത് തന്നെയാണ്. ഇപ്പോൾ 2026 26 എന്നുള്ള കാറ്റഗറിയിലാണ് നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. നിങ്ങൾ അപ്ലൈ ചെയ്യാത്ത ആളുകൾ അപ്ലൈ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ക്വിക്ക് അപ്ലൈ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് 26/026/2026 എന്ന് അടിച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വിക്ക് അപ്ലൈ സെക്ഷനിൽ കാണാൻ പറ്റും. നമ്മളെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ക്വിക്ക് അപ്ലൈ എന്നുള്ള ഒരു സെക്ഷൻ ഉണ്ട്. അവിടെ നമുക്കിത് കാണാൻ കഴിയും. ദെൻ ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ജൂലൈ 1-ാം തീയതിയാണ് അല്ലെ. ശരിക്കും നമ്മളുടെ ഓൾറെഡി കറക്റ്റ് ഒരു മാസമാണ് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ടൈം ഉണ്ടായത്. ഇപ്പോൾ നമുക്ക് ജൂലൈ 1-ാം തീയതി വരെ ടൈം ഉണ്ട്. അതിനുള്ളിൽ നമ്മൾ അപ്ലിക്കേഷന് നമ്മൾ അപ്ലൈ ചെയ്യണം. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. അതേപോലെ തന്നെ ഏജിന്റെ കാറ്റഗറി എന്ന് പറയുന്നത് ഏജിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 21 മുതൽ 40 വയസ്സ് വരെയാണ് ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് അല്ലെ. 21 വയസ്സ് മുതൽ 40 വയസ്സ് വരെ, ആദ്യകാലങ്ങളിൽ 36 വയസ്സ് വരെ ഉണ്ടായിരുന്നത് ഇപ്പൊ നമുക്ക് 40 പിന്നെ കാറ്റഗറി വൈസ് ഒരു ഏജ് റിലാക്സേഷൻ PSCക്ക് ഉണ്ട്. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എങ്കിലും ഒന്ന് റിപ്പീറ്റ് ചെയ്ത് ഒന്നുകൂടി പറയാം. OB ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ഉണ്ടാവും കേട്ടോ, അവർക്ക് വേണ്ടിയിട്ടാണ്. മറ്റുള്ളവർ ഓൾറെഡി അറിയുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഓക്കെ. സോ OBC കാറ്റഗറിയിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അല്ലെ, OBC ഇതിൽ കാസ്റ്റ് ഒക്കെ അങ്ങനെ വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു 3 വർഷം. അതേപോലെ SC ST വരുന്ന ആളുകൾക്കാണെങ്കിൽ 5 വർഷം ഉണ്ടാവും. അപ്പൊ ഈ 40ന്റെ കൂടെ OBC ഉള്ള ആളുകൾക്ക് 43 വരെ എഴുതാം. SC ST ആണെങ്കിൽ 45 വരെ എന്ത് ചെയ്യാം, എഴുതാം. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്കെയിൽ ഓഫ് പേ. നേരത്തെ പറഞ്ഞു, ഇപ്പൊ നിലവിലുള്ള നോട്ടിഫിക്കേഷൻ പ്രകാരം 45,600 മുതൽ 95,600 വരെയാണ് ഇതിന്റെ ഒരു സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ അത്യാവശ്യം നല്ല ഒരു സാലറി പാക്കേജ് ഒരു സാലറി സ്കെയിലുള്ള ഒരു ജോബാണ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ക്വാളിഫിക്കേഷൻ ആണ്. അപ്പൊ സാധാരണ ഒരു PSC ജനറൽ ആയിട്ട് ഒരു PSC എഴുതുന്ന ആളുകൾക്ക് 1-2 ക്വാളിഫിക്കേഷൻ മതി. ഇതിന് കുറച്ച് അധികം ക്വാളിഫിക്കേഷൻ വേണം എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ അങ്ങനെ ആക്കിയിട്ട് നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും, തരംതിരിക്കാൻ പറ്റും. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് നമുക്കൊരു SLC അല്ലെങ്കിൽ ഇക്വലന്റ് ആയിട്ടുള്ള SLC ആകാം, അല്ലെങ്കിൽ ഇക്വലന്റ് എന്ന് പറയുമ്പോൾ CBSE അങ്ങനെ കഴിഞ്ഞ ആളുകൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ടെക്നിക്കൽ ഹൈസ്കൂൾ കഴിഞ്ഞ THSLC ഉണ്ടാകാം. അപ്പോൾ SLC അല്ലെങ്കിൽ ഇക്വലന്റ് പാസ് ആയിട്ടിരിക്കണം എന്നാണ് ഫസ്റ്റത്തെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയാം അല്ലെ. SLC എന്ന് പറയുമ്പോൾ ജനറൽ ക്വാളിഫിക്കേഷൻ ആണ്. അടുത്തൊരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ആണ്. ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 3 വർഷത്തെ 3-year കോഴ്സ് എന്ന് പറയുന്നുണ്ട്. അതായത് 3-year കോഴ്സ് എന്ന് പറയുന്നത് കറക്റ്റായിട്ട് 3 വർഷത്തെ ഡിപ്ലോമ കഴിഞ്ഞ ആളുകൾ തന്നെ ആയിരിക്കണം. ഒരു വർഷത്തിലൊക്കെ ചില ആളുകൾ പ്രൈവറ്റ് ആയിട്ട് കോഴ്സ് നടന്ന ആൾക്കാർ 1 ഇയറിനൊക്കെ ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ 1 ഇയർ കോഴ്സ് ഒക്കെ കൊടുക്കാറുണ്ട്. സോ അതൊന്നും അപ്ലിക്കബിൾ അല്ല. 3 വർഷത്തെ കേരള സ്റ്റേറ്റ് ബോർഡ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ SBTE എന്ന് പറയുന്നത് സ്റ്റേറ്റ് ബോർഡ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, നമ്മുടെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ബോർഡ്
കേരള അവർ നടത്തുന്ന അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ കീഴിലുള്ള ഇത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതിന് കീഴിലുള്ള 3 വർഷത്തെ ഡിപ്ലോമ ഓട്ടോമൊബൈലോ മെക്കാനിക്കലോ അല്ലെങ്കിൽ അതിന് തുല്യമായ ഇക്വലന്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ള ആളായിരിക്കണം ഇത് അപ്ലൈ ചെയ്യാനുള്ളത്. അത് നമുക്ക് റിസൾട്ട് വന്നിരിക്കണം. ഇപ്പൊ 3rd ഇയർ കഴിഞ്ഞിട്ടുള്ള ആളുകൾ ഉണ്ടാവും. ഓൾറെഡി റിസൾട്ട് പബ്ലിഷ് ആയിട്ടില്ല. ഇപ്പൊ വാല്യുവേഷൻ ഒക്കെ ഒരു 1 മന്ത് മുന്നേ വാല്യുവേഷൻ കഴിഞ്ഞിട്ടുള്ളൂ. ഏപ്രിൽ മെയ് ആയിരുന്നു എക്സാം നടന്നിരുന്നത്. നമ്മളെ ഇലക്ഷൻ്റെ ആ സമയത്തായിരുന്നു എക്സാം നടന്നിരുന്നത്. അപ്പോൾ അവർ ക്വാളിഫിക്കേഷൻ ആയിട്ടുണ്ടായിരിക്കില്ല. പിന്നെ അവർ ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ കഴിഞ്ഞ് അതിന് കൂടെ ഹെവി ലൈസൻസ് കൂടി വേണം കേട്ടോ. അപ്പോൾ ആ ഒരു കഴിഞ്ഞ ആളുകളല്ല, കോഴ്സ് കംപ്ലീറ്റ് ആയിരിക്കണം. നോട്ടിഫിക്കേഷൻ വരുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ആയിരിക്കണം. കാരണം കുറെ ആളുകൾ ചോദിക്കുന്നുണ്ടായിരുന്നു ഈ വർഷം കഴിഞ്ഞ ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിലൊക്കെ. നെക്സ്റ്റ് എന്ന് പറയുന്നത് മൂന്നാമത്തെ എന്ന് പറയുന്നത് അടുത്തത് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ടാണ് അല്ലേ. നമുക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് വേണം. ഇതിൽ പറയുന്ന നമ്മളെ നോട്ടിഫിക്കേഷനിൽ പറയില്ലേ ഹെവി മോട്ടോർ സൈക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ്, ഹെവി ഗുഡ്സും ഹെവി പാസഞ്ചറും ഉൾപ്പെടുന്ന ലൈസൻസ് വേണം എന്നാണ് പറയുന്നത്. നമുക്ക് ആദ്യമൊക്കെ നമുക്ക് ലൈസൻസിന്റെ കാറ്റഗറി അങ്ങനെ തന്നെ ആയിരുന്നു അല്ലേ. 2 വീലർ 3 വീലർ പറയും, അത് 2 വീലർ പറയും, 3 വീലർ പറയും, പിന്നെ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ LMV പറയും, ഹെവി മോട്ടോർ വെഹിക്കിൾ HMV എന്നുള്ളതിന് പകരം അവിടെ നമുക്ക് HPMVയും HGMV ആയിട്ടാണ് ആദ്യ കാലങ്ങളിലൊക്കെ ലൈസൻസ് ഉണ്ടായിരുന്നത്. ഇപ്പൊ ലൈസൻസിന്റെ ക്ലാസ്സസ് മാറ്റിയിട്ട് അല്ലെ നോൺ ട്രാൻസ്പോർട്ട് എന്നുള്ള രീതിയിലോട്ട് മാറ്റി. അപ്പൊ നമ്മളെ ലൈസൻസ് ഒക്കെ എടുത്ത് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. നമ്മളെല്ലാവരും പുതിയ ലൈസൻസ് പുതുക്കിയ ആളുകളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുതുതായിട്ട് ലൈസൻസ് എടുത്ത ആളുകളാണെങ്കിൽ എന്തുണ്ടായിരിക്കും നോൺ ട്രാൻസ്പോർട്ട് ലൈസൻസ്, ട്രാൻസ്പോർട്ട് ലൈസൻസ് അല്ലെ, അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, കാണാൻ പറ്റുന്നത് ലൈസൻസിൽ. സോ നമുക്ക് എന്താണ് ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കാനുള്ള ഹെവി പാസഞ്ചർ വാഹനം, ഹെവി ഗുഡ്സ് വാഹനം ഓടിക്കാൻ പറ്റുന്ന ലൈസൻസ് ആണ് നമുക്ക് എന്ത് വേണ്ടത്, ഇതിൽ ക്വാളിഫിക്കേഷൻ വേണ്ടത്. അപ്പോൾ നമുക്കത് 3 മസ്റ്റ് ആണ്. ലൈസൻസിന്റെ കാര്യത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ലൈസൻസ് ത്രൂ ഔട്ട് ഈ പ്രോസസ്സ് കഴിയുന്നത് വരെ നമുക്ക് ലൈസൻസ് വേണം. ലൈസൻസിന് മുന്നേ ഗ്യാപ്പ് പീരീഡ് വന്ന പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറെ ആൾക്കാർ സംശയങ്ങൾ ചോദിക്കാറുണ്ട്, പലപ്പോഴും പല രീതിയിലും ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകളോട് പറയുന്നത് ലൈസൻസിന്റെ തൊട്ട് നമ്മൾ ഈ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നൊക്കെ 2 മാസമോ 3 മാസമോ ഗ്യാപ്പ് പീരീഡ് വന്നിട്ടുണ്ടായിരുന്നു, എന്നിട്ടാണ് പുതുക്കിയതെങ്കിൽ അത് ഇതിനെ ബാധിക്കൂല കേട്ടോ. നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നമ്മൾ അപ്ലൈ ചെയ്ത് ത്രൂ ഔട്ട് പിന്നെ എന്ത് ചെയ്യരുത്, ലൈസൻസ് എക്സ്പയർ ആകരുത് എന്നുള്ള കാര്യമുള്ളൂ. നമുക്ക് ലൈസൻസ് ഒക്കെ 1 വർഷം മുന്നേ മുതൽ പുതുക്കാം, എക്സ്പയർ ആകുന്ന ഡേറ്റ് മുതൽ. അപ്പൊ അത്രയും നേരത്തെ തന്നെ പുതുക്കി വെക്കുക. അപ്പൊ നിങ്ങളുടെ ആരുടെങ്കിലും ലൈസൻസ് പുതുക്കാനായിട്ടുണ്ടെങ്കിൽ ഒരു 3 മന്ത്സിനുള്ളിലൊക്കെ പുതുക്കാനുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് പുതുക്കി വെച്ചോ. ഇനി ആ സമയത്ത് നമ്മൾ മറന്നു പോയിട്ട് നമുക്ക് നല്ലൊരു അവസരമാണ്, അതൊരിക്കലും മിസ്സാകുന്ന ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകരുത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നേരത്തെ തന്നെ പുതുക്കി വെക്കുക. ഒരിക്കലും എന്ത് ചെയ്യേണ്ട, ലാസ്റ്റ് സ്റ്റേജിലോട്ട് വെക്കേണ്ട. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്വാളിഫിക്കേഷന്റെ കാര്യങ്ങളാണ്. ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ ഓർ മെക്കാനിക്കൽ എന്ന് പറഞ്ഞില്ലേ, അതാണ് ഇതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ബേസിക് ക്വാളിഫിക്കേഷന്റെ കൂടെ തന്നെ മറ്റു ക്വാളിഫിക്കേഷൻസും അപ്ലിക്കബിൾ ആണ്. അതായത് ഹയർ ക്വാളിഫിക്കേഷനും ഇക്വലന്റ് ക്വാളിഫിക്കേഷനും അപ്ലിക്കബിൾ ആണെന്നാണ് നമ്മൾ പറഞ്ഞത്. സോ ഡിപ്ലോമ ഓട്ടോമൊബൈൽ അല്ലെങ്കിൽ BTech ഓട്ടോമൊബൈലും പറ്റും. ഡിപ്ലോമന്റെ ഹയർ ആണ് നമ്മൾ എന്ത് പറയുന്നത്, BTech ഓട്ടോമൊബൈൽ. അതേപോലെ തന്നെ BE ഓട്ടോമൊബൈൽ ഉണ്ടാകാറുണ്ട് അല്ലെ, നമ്മൾ BEയും BTechും അറിയാലോ. നെക്സ്റ്റ് അതേപോലെ മെക്കാനിക്കൽ ഉണ്ടാവും, BTech മെക്കാനിക്കൽ ഉണ്ടാവും, BE മെക്കാനിക്കൽ ഉണ്ടാവും. ഈ കാര്യങ്ങളൊക്കെ ഇതിൽ അപ്ലിക്കബിൾ ആണ്. ടൂൾ ആൻഡ് ഡൈ പറ്റും, അതേപോലെ തന്നെ BVOC ഓട്ടോമൊബൈൽ പറ്റും കേട്ടോ. ഈ കാര്യങ്ങൾ എല്ലാം തന്നെ പോളിടെക്നിക് ഡിപ്ലോമ ഒക്കെ അപ്ലിക്കബിൾ ആണ് എന്നുള്ളത് നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ നമുക്ക് അതിൽ നമ്മളുടെ ക്വാളിഫിക്കേഷൻ ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യാം. ഇവിടെ സ്ക്രീനിൽ കാണിക്കാം എങ്ങനെയാണ് അതിൽ എന്തൊക്കെ കാണിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. സോ അതാണ് ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ടത്. ഇതും പല ആളുകളും ചോദിക്കുന്നതാണ് അല്ലെ, ഹയർ ക്വാളിഫിക്കേഷൻ പറ്റുമോ? ഈവൻ MTech ഉണ്ടെങ്കിൽ MTech ഉള്ള ആളുകൾക്ക് വരെ എഴുതാൻ പറ്റും. ക്ലിയർ ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് നമ്മൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറഞ്ഞ അതിന്റെ കൂടെ തന്നെയാണ് നമുക്ക് അടുത്താണ് ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ മറ്റ് യൂണിഫോം പോസ്റ്റുകളൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, മറ്റ് യൂണിഫോം പോസ്റ്റ് പറഞ്ഞാൽ ഞാൻ പോലീസ്, അതേപോലെ പോലീസ് കോൺസ്റ്റബിൾ അല്ലെ, അതായത് SI ഉണ്ട്, കോൺസ്റ്റബിൾ ഉണ്ട്, പിന്നെ അതേപോലെ ഫയർ ഒരു യൂണിഫോം പോസ്റ്റ് ആണ്, ഫോറസ്റ്റ്, ഇങ്ങനെയുള്ള പോസ്റ്റുകൾക്ക് നമുക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടാകാറുണ്ട്. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് അല്ലെ, അതായത് എഫിഷ്യൻസി തെളിയിക്കുന്ന ഒരു 8 ഇനം പറഞ്ഞിട്ട് അതിൽ 5 എണ്ണം പാസ്സായി കാണിക്കും. നമുക്ക് ഈ ഒരു എക്സാമിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഫിസിക്കൽ മെഷർമെന്റ് ടെസ്റ്റ് മാത്രമേ ഉള്ളൂ. ഫിസിക്കലി ആളെന്തായിരിക്കണം, ഫിറ്റ് ആയിരിക്കണം അല്ലെ. അപ്പൊ ആ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്റ്റാൻഡേർഡ്സ് പറയുന്നുണ്ട്. നമ്മളത് ക്വാളിഫിക്കേഷന്റെ കൂടെ തന്നെ നമുക്ക് ഉണ്ടാകേണ്ട സംഭവമാണ്. നമുക്കത് ഉണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മൾ എക്സാം കഴിഞ്ഞ് ലിസ്റ്റിലൊക്കെ ഉൾപ്പെട്ട് നമ്മൾ ഫിസിക്കൽ മെഷർമെന്റ് പോകുന്ന സമയത്തേക്കും നമുക്കത് എന്താണ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. ചില ആളുകൾക്ക് ചെസ്റ്റിന്റെ എക്സ്പാൻഷൻ കുറവുള്ള ആളുകളുണ്ടാവും, അല്ലെങ്കിൽ ചെസ്റ്റ് കുറവുള്ള ആൾക്കാർ, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വർക്കൗട്ട് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഓക്കെ, സോ അത് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അത് നമുക്ക് പറയാം. മെയിൽ കാൻഡിഡേറ്റ്സ് മിനിമം ഹൈറ്റ് 165 ഉണ്ടായിരിക്കണം. മിനിമം ഹൈറ്റ് 165 ഉണ്ടായിരിക്കണം. അതും SC ST ആണെങ്കിൽ റിലാക്സേഷൻ ഉണ്ട്. SC ST ആണെങ്കിൽ 160 സെന്റിമീറ്റർ വരെ നമുക്ക് അതിന്റെ ഹൈറ്റ് മതി. ഇവിടെ എഴുതിയിട്ടുണ്ട് 160 സെന്റിമീറ്റർ വരെ നമുക്ക് അതിന്റെ ഹൈറ്റ് മതി.
അപ്പോൾ 165 ആണ് മിനിമം ഹൈറ്റ് എന്ന് പറയുന്നത്. നമുക്കൊരു ഹൈറ്റിന്റെ മെഷർമെന്റ് ടെസ്റ്റ് നമ്മൾ OMR എക്സാം നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഒരു ടെസ്റ്റ് ഉണ്ടായിരിക്കും. ദെൻ ചെസ്റ്റ് എന്ന് പറയുന്നത് മിനിമം എക്സ്പാൻഷൻ 81 സെന്റിമീറ്റർ ആണ്. മിനിമം ചെസ്റ്റിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ 81 സെന്റിമീറ്റർ ആണ്. എക്സ്പാൻഷൻ 5 സെന്റിമീറ്റർ. നമുക്ക് മിനിമം 81 ഉണ്ടായിരിക്കണം. അത് 81ന്റെ മുകൾക്ക് എത്ര ഉണ്ടാകാം? ഇനി ഒരാൾക്ക് 85 ഉണ്ടെങ്കിൽ അയാൾ എക്സ്പാൻഡ് ചെയ്തിട്ട് ഒരു 5 സെന്റിമീറ്റർ അടക്കം 90 കാണിച്ചു കൊടുക്കണം. അപ്പൊ നമുക്ക് അതും ഒരു മെഷർമെന്റ് ഉണ്ടായിരിക്കും. PSC ഓഫീസിൽ വെച്ച് തന്നെയാണ് അത് നോർമലി നടക്കാറുള്ളത്. സോ അതും ഉണ്ടായിരിക്കും കേട്ടോ. അതേപോലെ തന്നെ ഫീമെയിൽസിലാണെന്നുണ്ടെങ്കിൽ ചെസ്റ്റ് എക്സ്പാൻഷൻ ചെസ്റ്റും ഇല്ല, ഹൈറ്റ് 152 സെന്റിമീറ്റർ ആണുള്ളത്. അത് SC/ST ഫീമെയിൽസ് ആണെങ്കിൽ 150 സെന്റിമീറ്റർ. ഇതാണ് മിനിമം ഒരു നമ്മളുടെ ഒരു ഫിസിക്കൽ മെഷർമെന്റ് എന്ന് പറയുന്നത് കേട്ടോ, ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ലൈസൻസിന്റെ കാര്യം ഡൗട്ട് ആയിട്ട് ചോദിക്കുന്നുണ്ട്. ഞാൻ പറയാം, ഞാൻ ലൈസൻസിൽ അവിടെ എത്തുന്ന സമയത്ത് പറയാം കേട്ടോ. ജസ്റ്റ് ലൈസൻസിൽ കാണിക്കുന്ന അപ്പോൾ പറയും. നെക്സ്റ്റ് അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ഐ സ്റ്റാൻഡേർഡ്സ് ആണ്. വിഷ്വൽ സ്റ്റാൻഡേർഡ്സ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ. വിഷ്വൽ സ്റ്റാൻഡേർഡ്സ് നമ്മളെ കണ്ണിന്റെ കാഴ്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇത് നമ്മൾ കണ്ണിന്റെ കാഴ്ചക്ക് നമുക്ക് ഇതിലൊരു നമ്മൾ അപ്ലിക്കേഷന്റെ ഇത് നോക്കുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിലൊരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കാണാൻ പറ്റും. ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നമ്മളുടെ OMR എക്സാമിൽ നമ്മൾ ക്ലിയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അതിൽ റാങ്ക് പറയുന്നത് നോട്ട് ബിലോ ദി റാങ്ക് ഓഫ് അസിസ്റ്റന്റ് സർജൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നോട്ട് ബിലോ ദി റാങ്ക് ഓഫ് അസിസ്റ്റന്റ് സർജൻ അങ്ങനെയുള്ള ഒരാളടുത്ത് പോയിട്ട് ഒഫ്താമോളജിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ കണ്ണ് പരിശോധിച്ച് കണ്ണിന്റെ എല്ലാ ടെസ്റ്റുകളും ചെയ്യണം. കളർ ബ്ലൈൻഡ്നെസ് കാര്യങ്ങൾ അങ്ങനെ എല്ലാ ടെസ്റ്റും, ലോങ് വിഷൻ, നിയർ വിഷൻ എല്ലാം ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാ വിഷൻ ടെസ്റ്റും ചെയ്തിട്ട് ഇത് അവരെ കയ്യിൽ നിന്ന് സർട്ടിഫൈ ചെയ്ത് മേടിച്ചിട്ട് നമ്മൾ ഫയൽ നമ്പർ അടക്കം ഇട്ട്, അതായത് ഓഫീസിൽ പോയിട്ട് നമ്മളൊരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്നാണെന്നുണ്ടെങ്കിൽ അവിടെ ഓഫീസിൽ പോയാൽ നമുക്ക് ഫയൽ നമ്പർ ഇട്ട് തരും. PSC എന്ന് പറഞ്ഞാൽ തന്നെ ചെയ്തു തരും. സോ അതൊക്കെ ഇട്ടിട്ട് നമ്മൾ ഈ ഒരു മിനിമം 6/6 അതായത് 0.5 അതിന് നമുക്ക് എന്തുണ്ടായിരിക്കണം? ഡിസ്റ്റന്റ് വിഷനും നിയർ വിഷനും കാര്യങ്ങളും ഉണ്ടായിരിക്കണം. അത് നമ്മൾ ആ സമയത്താണ് എന്ത് ചെയ്യേണ്ടത്? അപ്ലോഡ് ചെയ്യേണ്ടത് കേട്ടോ. നമുക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് വരുന്ന സമയത്ത് അപ്ലോഡ് ചെയ്യണം, പിന്നെ അത് നമ്മൾ കൊണ്ടുപോവുകയും ചെയ്യണം. സോ ഇതാണ് വിഷ്വൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞിട്ട് കേട്ടോ, ബേസിക് ആയിട്ടുള്ളത്. സോ ഇനി നമുക്ക് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇന്നെലിജിബിൾ ആണെന്ന് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നോർമലി പല ആളുകളും നോക്കുന്ന സമയത്ത് ഇങ്ങനെ കാണിച്ചിട്ടുണ്ടാവും, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഇന്നെലിജിബിൾ. എനിക്ക് തോന്നുന്നത് ഇത്തവണ AMVAക്ക് അപ്ലൈ ചെയ്യാൻ പോയ മുഴുവൻ ആളുകൾക്കും ഈ ഇന്നെലിജിബിൾ കാണിച്ചിട്ടുണ്ടാവും. എത്ര ക്വാളിഫിക്കേഷൻ പ്രൊഫൈൽ ആഡ് ചെയ്തിട്ട ആളാണെങ്കിലും കാണിച്ചിട്ടുണ്ടാവും. അതിനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് 2026 ഫെബ്രുവരി 28 അല്ലെ, ഒരു 4 മാസങ്ങൾക്ക് മുന്നേ PSC ഡിക്ലറേഷന്റെ ഫോം ഒന്ന് അപ്ഡേറ്റ് ചെയ്തിരുന്നു. സോ നമ്മൾ ഓൾറെഡി നമ്മളുടെ പ്രൊഫൈലിൽ ഡിക്ലറേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഡിക്ലറേഷന്റെ ഫോം ഒന്ന് PSC അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് പറഞ്ഞത്, പുതിയ ഫോർമാറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഡിക്ലറേഷൻ ആഡ് ചെയ്യാം. നമ്മളെ പ്രൊഫൈലിൽ പോയിട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ ഇങ്ങനെ ഇന്നെലിജിബിൾ എന്ന് കാണിക്കുന്ന സമയത്ത് വൈ ഐ ആം ഇന്നെലിജിബിൾ എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ, വൈ ഐ ആം ഇന്നെലിജിബിൾ എന്നുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇന്നെലിജിബിളിന്റെ റീസൺസ് കാണിക്കും. ഇതേപോലെ സ്ക്രീനിൽ കാണിക്കും. ആ സ്ക്രീനിൽ കാണിക്കുമ്പോൾ നേരെ ഡിക്ലറേഷനിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഡിക്ലറേഷന്റെ പേജിലോട്ട് പോകും. ഡിക്ലറേഷന്റെ പേജിലോട്ട് പോകുമ്പോൾ ഇവിടെ നമുക്ക് ആഡ് ഡിക്ലറേഷൻ കാണാൻ കഴിയും. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? ക്ലിക്ക് ചെയ്യുക, ഡിക്ലറേഷൻ വരും. ഇപ്പം നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. അതായത് നമുക്ക് വെയിറ്റേജും കാര്യങ്ങളും കിട്ടാൻ ആവശ്യമായിട്ട് ഉള്ള ആളുകൾക്ക് ഉണ്ടാവും. സോ ഇതൊന്ന് കറക്റ്റായിട്ട് വായിച്ച് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഡിക്ലറേഷൻ ഫില്ല് ചെയ്യാം. ഇതിൽ കുറേ ആളുകൾക്ക് ഓൾമോസ്റ്റ് കുറേ ആളുകൾക്ക് നോ ആയിരിക്കും കൊടുക്കേണ്ടി വരിക. പക്ഷേ എസ് കൊടുക്കേണ്ട ഒരു സ്ഥലം ഉണ്ടായിരിക്കും ഇതിൽ ചില സമയങ്ങളിൽ. കാരണം ഇതിൽ കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലേ. സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയി ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഡിഫറൻഷ്യലി ഏബിൾഡ് പേഴ്സൺ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. എക്സ് സർവീസ്മാൻ്റെ വെയിറ്റേജ് ക്ലെയിംസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. സ്പോർട്സിൽ എന്തെങ്കിലും വെയിറ്റേജ് ക്ലെയിംസ് ഉണ്ടോ? NCC, SPC അല്ലേ, അങ്ങനെ കുറച്ചധികം കാര്യങ്ങളുണ്ട്. ഏജ് റിലാക്സേഷനും കാര്യങ്ങൾ. ഏജ് റിലാക്സേഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞിട്ടുള്ള OBC SC/ST ഇതിൽ ഉൾപ്പെടൂല. അതല്ലാതെ ഉള്ളതാണ് കേട്ടോ ചോദിക്കുന്നത്. അതായത് ലൈക്ക് ഓർഫൻ, വിഡോ, ഹോം ഗാർഡ്, പ്രൊഫഷണൽ സർവീസ് അങ്ങനെ എന്തെങ്കിലും ഉള്ളതാണ് ചോദിക്കുന്നത് കേട്ടോ. സോ അതുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? യെസ് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഒക്കെ നോ കൊടുത്തിട്ട് നമുക്ക് ഇവിടെ ഒരു ക്യാപ്ച കൊടുക്കാനുണ്ടാവും. ആ ക്യാപ്ച കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇത് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഡിക്ലറേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമുക്ക് നമ്മളുടെ എന്തിൽ വരും? അപ്ലൈ ചെയ്യാൻ വരും. നമ്മളെ ക്വാളിഫിക്കേഷൻ കറക്റ്റായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വരും. അപ്പോൾ നമുക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നെലിജിബിൾ കൊടുക്കുമ്പോൾ ക്വാളിഫിക്കേഷൻ ഇന്നെലിജിബിൾ ആയിട്ടായിരിക്കും കാണിക്കുക. അപ്പോൾ നമ്മൾ ഡിക്ലറേഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു ക്വാളിഫിക്കേഷൻ ആയിരിക്കും. ഇനി ഡിക്ലറേഷൻ നിങ്ങൾ ഓൾറെഡി മാനുവലി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വരാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്വാളിഫിക്കേഷനിലായിരിക്കും. അപ്പോൾ ഇതിൽ കുറേ അധികം ക്വാളിഫിക്കേഷൻ ഇവിടെ ഒരു 4 പറഞ്ഞു, അതേപോലെ തന്നെ ഒരു 4 പറഞ്ഞു. ഇതൊക്കെ ഓരോ ടൈപ്പ് ക്വാളിഫിക്കേഷനാണ്. ഇതിൽ എല്ലാത്തിലും ടിക്ക് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് വെച്ചാൽ ഇവിടെ നമുക്ക് ഇതിന്റെ റൈറ്റ് സൈഡിൽ ഇവിടെ എന്ത് ചെയ്യും? അപ്ലൈ നൗ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും അല്ലേ. അപ്ലൈ നൗ അല്ലെങ്കിൽ ഇവിടെ അപ്ലൈ ഹയർ ഇക്വലന്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. യൂസിങ് ദിസ് ക്വാളിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ആണല്ലോ.
സോ അതിൽ നമുക്ക് എന്താണ് ക്വാളിഫിക്കേഷൻ, ഇതിലിപ്പോൾ ഓരോ ടൈപ്പ് ക്വാളിഫിക്കേഷൻ ഇവിടെ 10th ലെവൽ പറയുന്നുണ്ട്, പോളിടെക്നിക് ഡിപ്ലോമ ഓട്ടോമൊബൈൽ, പിന്നെ HGV HPMV മോട്ടോർ സൈക്കിൾ. ഇതാണ് നമ്മുടെ ലൈസൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വരുന്ന കാര്യങ്ങൾ. അപ്പോൾ ക്വാളിഫിക്കേഷൻ ഇതിലിപ്പോൾ പോളിടെക്നിക് മെക്കാനിക്കൽ ക്വാളിഫിക്കേഷനിലെ ആളാണെന്നുണ്ടെങ്കിൽ ഇവിടെ 2 ടിക്ക് ഉണ്ടാവും, ഓട്ടോമൊബൈൽ ആണെങ്കിൽ ഇതിൽ ടിക്ക് ഉണ്ടാവും അല്ലേ. ബിടെക്കിന്റെ ക്വാളിഫിക്കേഷൻ മെക്കാനിക്കൽ ആൾക്ക് ഇവിടെ ടിക്ക് ഉണ്ടായിരിക്കും, ബിടെക് ഓട്ടോമൊബൈൽ ആണെങ്കിൽ ഇവിടെ ടിക്ക് ഉണ്ടായിരിക്കും അല്ലേ. അങ്ങനെ നമുക്ക് ഇതിലുണ്ടാവും. അപ്പോൾ ഇനി ലൈസൻസിന്റെ കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ലൈസൻസ് ആഡ് ചെയ്യണം. അപ്പോൾ 2 രീതിയിൽ നിങ്ങൾക്ക് ലൈസൻസ് ചെയ്യാം. ഒന്ന്, നിങ്ങൾക്ക് ലൈസൻസ് നമുക്ക് ഇപ്പോഴും PSCയിൽ നമുക്ക് നോൺ ട്രാൻസ്പോർട്ടും വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് PSCയിൽ ഈ ഒരു ക്വാളിഫിക്കേഷൻ വന്നിട്ടുള്ളത് നോക്കൂ. ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് സിമ്പിൾ ആയിട്ട് അപ്പോൾ ഞാൻ ബിടെക് മെക്കാനിക്കൽ ഉള്ള ഒരാളെ ക്വാളിഫിക്കേഷൻ എടുത്തിട്ടാണ് എക്സാമ്പിൾ പറയുന്നത്. അപ്പോൾ ബിടെക് മെക്കാനിക്കൽ ഉള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ അയാളുടെ ക്വാളിഫിക്കേഷനിൽ നമുക്ക് 10th ഉണ്ട്, ബിടെക് ഉണ്ട്. ഇനി HGVയും HPMVയും നമുക്ക് ആഡ് ചെയ്യണം, ലൈസൻസിൽ ആഡ് ചെയ്യണം. അതേപോലെ മോട്ടോർ സൈക്കിളും ആഡ് ചെയ്യണം. ഈ 3 കാര്യങ്ങളും കറക്റ്റായിട്ട് ആഡ് ചെയ്യണം. ഈ 3 കാര്യങ്ങളും നിങ്ങൾ കറക്റ്റായിട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ ആ 3ഉം ടിക്ക് വന്നിട്ട് നമുക്ക് അവിടെ അപ്ലൈ നൗ ആയിട്ട് മാറും. 3ഉം കറക്റ്റായിട്ട് ടിക്ക് വന്നിട്ട് അപ്ലൈ നൗ ആവും. അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേട്ടോ. അപ്പോൾ HGV HPMV അതേപോലെ തന്നെ മോട്ടോർ സൈക്കിൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അത് നമ്മൾ ലൈസൻസ് ആഡ് ചെയ്യുന്നു. ഇനി ലൈസൻസ് എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ക്വാളിഫിക്കേഷനിൽ പറയുന്ന ഈ ലൈസൻസ് തന്നെ ആഡ് ചെയ്യാൻ പറ്റും, ഈ ലൈസൻസിന്. ഇനി നമ്മൾ ഇതല്ലാതെ വേറൊരു ലൈസൻസ് വേണ്ട ഒരു എക്സാം എഴുതാൻ പോകുന്ന ഒരാളാണെന്ന് വിചാരിച്ചോ. അപ്പോൾ ചിലപ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് HGV HPMV അല്ല കാര്യം കൊടുക്കുക, അവിടെ HPV+3 ഇയർ ബാഡ്ജ് അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ HGMV +3 ഇയർ എന്നൊരു സംഭവം കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ ഈ ക്വാളിഫിക്കേഷനിൽ ഇതില്ല കേട്ടോ, 3 ഇയർ ഇല്ല. ഇനി അതൊരു ഡൗട്ടായി വരരുത്, ഞാൻ വേറൊരു എക്സാം എഴുതാൻ പോകുമ്പോൾ ക്വാളിഫിക്കേഷന്റെ കാര്യമാണ് പറയുന്നത്. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരുന്നു, ആദ്യ കാലങ്ങളിലൊക്കെ ചെയ്തിരുന്നത് നമ്മൾ ആ ക്വാളിഫിക്കേഷൻ പ്രൊഫൈലിലോട്ട് ആഡ് ചെയ്തിരുന്നു. ഒന്നെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ക്വാളിഫിക്കേഷന് നേരത്തെ തന്നെ എനിക്ക് ഇക്വലന്റ് ആണ് എന്ന് പറഞ്ഞിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്താൽ മതി, വെരിഫിക്കേഷന് പോകുമ്പോൾ നമ്മളുടെ നോർമൽ ലൈസൻസ് തന്നെ കാണിച്ചാൽ മതി. ഇനി നമ്മൾ ഇപ്പോൾ ഇതിലേതാണോ നമ്മളുടെ ക്വാളിഫിക്കേഷൻ എന്ന് നോക്കുക അല്ലേ. ഡിപ്ലോമയാണോ ബിടെക് ആണോ മെക്കാനിക്കൽ ആണോ ഓട്ടോമൊബൈൽ, പ്രോപ്പറായിട്ട് നമ്മളുടെ ക്വാളിഫിക്കേഷൻ നേരെ പോയിട്ട് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ഇനി ക്വാളിഫിക്കേഷൻ ആഡ് ചെയ്യുക? ഇപ്പോൾ അതായത് ഇപ്പോൾ പെട്ടെന്ന് നമ്മൾ ആദ്യമായിട്ട് PSC എഴുതുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും. ആദ്യമായിട്ട് PSC എഴുതുക, നമ്മൾ ക്വാളിഫിക്കേഷൻ ആഡ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും ലൈസൻസ് ഒരു ക്വാളിഫിക്കേഷനാണ്. നമ്മൾ ആ വാഹനം ഓടിക്കാൻ ക്വാളിഫൈഡ് ആണ് എന്നുള്ളൊരു ലൈസൻസ് ആണല്ലോ, അതും ഒരു ക്വാളിഫിക്കേഷൻ തന്നെയാണ്. സോ നമ്മൾ പുതിയതായിട്ട് എഴുതുന്ന ആളുകൾ, ഈ വീഡിയോ കാണുന്ന ആളുകൾ ഉണ്ടായിരിക്കും, ഇനി കാണാൻ പോകുന്ന ആളുകൾ ഉണ്ടായിരിക്കും ലൈവ് അല്ലാതെ. സോ അവരെന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് ചിലപ്പോൾ ബിടെക് പഠിച്ചിറങ്ങിയ ആളുകൾ അല്ലെങ്കിൽ ഡിപ്ലോമ ഇപ്പോൾ പഠിച്ചിറങ്ങിയ ആളുകൾ ആദ്യമായിട്ട് ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്തിട്ടുണ്ടായിരിക്കില്ല, ക്വാളിഫിക്കേഷൻ ആഡ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങളുടെ പ്രൊഫൈലിൽ കയറുക, നിങ്ങൾക്ക് ഫസ്റ്റ് ഇവിടെ മൈ പ്രൊഫൈൽ എന്നുള്ള ഓപ്ഷൻ കിട്ടും അല്ലേ, അല്ലെങ്കിൽ ഇവിടെ റൈറ്റിൽ നമ്മളുടെ ഒരു പാനൽ ഉണ്ടായിരിക്കും, അവിടെ ഉണ്ടായിരിക്കും. സോ മൈ പ്രൊഫൈൽ എന്ത് ചെയ്യാം, മൈ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യാം. മൈ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും അല്ലേ, പ്രൊഫൈലിന്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആഡ് ഓർ വ്യൂ പ്രൊഫൈൽ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് എന്ത് വരും, ഇങ്ങനെ കുറേ ക്വാളിഫിക്കേഷൻസ് ആഡ് ചെയ്യാൻ വരും. ഇവിടെയാണ് നമ്മുടെ എല്ലാ ക്വാളിഫിക്കേഷനും എല്ലാ ഡീറ്റെയിൽസും ആഡ് ചെയ്യേണ്ടത്. അല്ലോ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉണ്ട്, പേഴ്സണൽ ക്വാളിഫിക്കേഷൻ, താഴത്തോട്ട് കുറേ അധികം ഉണ്ട് കേട്ടോ, ഞാനത് ഫുള്ള് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ത് ചെയ്യുക, ഇത് സെലക്ട് ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യണം, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സെലക്ട് ചെയ്യണം. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പം ഇങ്ങനെ ഒരു സാധനം വരും അല്ലേ. ഇപ്പോൾ നമുക്ക് ഇവിടെ ആഡ് കൊടുക്കുക. അതിലുണ്ടാവും 10th ലെവലാണോ, +2 ആണോ, ഡിപ്ലോമയാണോ, ഡിഗ്രി ആണോ. നമ്മൾ ഓരോന്ന് കൊടുക്കുമ്പോഴും അതിൻ്റെ അടുത്ത ഒരു വിൻഡോ ആയിട്ട് അല്ലെങ്കിൽ അടുത്തൊരു ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്താണ്, ഡിപ്ലോമ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അല്ലേ, പോളിടെക്നിക് ഡിപ്ലോമ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഡിപ്ലോമേൻ്റെ എല്ലാ സ്ട്രീമും അടുത്തൊരു വിൻഡോ ഉണ്ടാവും. അപ്പോൾ ഡിപ്ലോമയിൽ മെക്കാനിക്കൽ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് ചോദിക്കും റെഗുലർ ആണോ, കറസ്പോണ്ടൻസ് ആണോ, ഡിസ്റ്റൻസ് ആണോ, സ്ട്രീം ഏതാണ്, ഏത് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഏത് അതോറിറ്റിക്ക് കീഴിലാണ് അല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഡിഗ്രി ഏത് ആഡ് ചെയ്യുന്ന സമയത്താണ് ഡീറ്റെയിൽസും. അതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അതിൽ നമ്മളുടെ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു മന്തും ഇയറും ആഡ് ചെയ്യാനുണ്ടാവും കേട്ടോ. ജസ്റ്റ് ഒരു മന്ത് ആഡ് ചെയ്യാൻ സ്ഥലം, ഒരു ഇയർ ആഡ് ചെയ്യാൻ സ്ഥലം ഉണ്ടാവും. അത് നമ്മളുടെ സർട്ടിഫിക്കറ്റ് നോക്കിയിട്ട് പ്രോപ്പറായിട്ട് അതേതിൽ ഇപ്പോൾ മാർച്ച് ആണെങ്കിൽ 03 അല്ലേ, 2025 അങ്ങനെ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. അത് നമ്മളുടെ സർട്ടിഫിക്കറ്റിലുള്ള കറക്റ്റ് നോക്കിയിട്ട് ആഡ് ചെയ്യുക. അത് എന്തുകൊണ്ട് വെച്ചാൽ മാറ്റി ആഡ് ചെയ്താൽ നമുക്ക് ചിലപ്പോൾ അപ്ലൈ ചെയ്യാനൊക്കെ പറ്റും, പക്ഷെ നമ്മൾ വെരിഫിക്കേഷൻ പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇത് തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ അവിടുന്ന് നമ്മൾ എന്ത് ചെയ്യും, തിരുത്തേണ്ടി വരും. നമ്മളെ കൊണ്ട് അവിടുന്ന് തിരുത്തിപ്പിക്കും. എന്നിട്ട് അത് ഫൈനലൈസ് ചെയ്തിട്ട് നമുക്ക് വെരിഫൈ ചെയ്ത് തരുള്ളൂ. സോ ഇങ്ങനെ എന്ത് ചെയ്യുക, മന്തും അതേപോലെ തന്നെ ഇയറും ആഡ് ചെയ്യുക. അങ്ങനെ എല്ലാ ക്വാളിഫിക്കേഷനും നിങ്ങൾക്ക് 10th ഉണ്ടെങ്കിൽ 10th, +2 ഉണ്ടെങ്കിൽ +2, അതേപോലെ തന്നെ ഡിപ്ലോമ ഉണ്ടെങ്കിൽ ഡിപ്ലോമ, ബിടെക് ഉണ്ടെങ്കിൽ ബിടെക്, എല്ലാ ക്വാളിഫിക്കേഷനും ആഡ് ചെയ്യുക. അത് ആഡ് ചെയ്ത് വെക്കുക ആദ്യമായിട്ട് ആഡ് ചെയ്യുന്ന ആൾക്കാർ.
നെക്സ്റ്റ് നമുക്ക് ആഡ് ചെയ്യേണ്ട ലൈസൻസ് ആണ്. ഇപ്പൊ നേരത്തെ ചോദിച്ചിട്ടുള്ള ലൈസൻസ്. സോ ലൈസൻസ് ഏറ്റവും നമ്മൾ ഈ ക്വാളിഫിക്കേഷൻ ആഡ് ചെയ്യുന്ന സ്ഥലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അല്ലെ, ഏറ്റവും താഴെ ഉണ്ടാവും ലൈസൻസ്, ഡ്രൈവിംഗ്, കണ്ടക്ടർ, വയർമാൻ ലൈസൻസ്, കണ്ടക്ടർ ലൈസൻസ്, ഡ്രൈവർ ലൈസൻസ്, വയർമാൻ ലൈസൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ നമ്മൾ എന്ത് ചെയ്യുക, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ലൈസൻസുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏതാണ്, മോട്ടോർ സൈക്കിൾ ഉണ്ടെങ്കിൽ മോട്ടോർ സൈക്കിൾ ആഡ് ചെയ്യണം. 2 വീലർ നിർബന്ധമാണ്, 2 വീലർ ലൈസൻസ് നിർബന്ധമാണ്. ഒരു AMVA ആകണമെന്നുണ്ടെങ്കിൽ 2 വീലർ ഓടിക്കാൻ അറിയണം. സോ 2 വീലർ ആഡ് ചെയ്യണം. HPV ആഡ് ചെയ്യണം. HPV HGV അത് പറയണ്ടല്ലേ, HPMV HGV ഇത് രണ്ടും ആഡ് ചെയ്യണം. അത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടിക്ക് മാർക്ക് ചെയ്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. സോ ലൈസൻസും തന്നെ നമുക്കിവിടെ മന്ത് ആൻഡ് ഇയർ പാസ് ഉണ്ടാവും. മന്ത് ആൻഡ് ഇയർ പാസ് എന്ന് പറയുന്നത് ലൈസൻസിൽ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലൈസൻസ് ഇഷ്യൂ ചെയ്ത മന്ത് ആൻഡ് ഇയർ ആണ് കേട്ടോ. അതിൽ നമുക്ക് ഡേറ്റും കൂടി ഉണ്ടാവും, നമ്മുടെ ലൈസൻസിൽ ഡേറ്റും കൂടി ഉണ്ടാവും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാം, മന്തും ഇയറും ആഡ് ചെയ്യാം കറക്റ്റ് ആയിട്ട്. റിസൾട്ടിന്റെ ക്ലാസിഫിക്കേഷന് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് എന്ത് ചെയ്താൽ മതി അറിയാം, അത് ക്വാളിഫിക്കേഷനിൽ കൊടുക്കാം. ഇവിടെ ക്ലാസിഫിക്കേഷനൊക്കെ നോട്ട് ആപ്ലിക്കബിൾ, പറ്റാത്തൊക്കെ നോട്ട് ആപ്ലിക്കബിൾ കൊടുക്കുക. പക്ഷെ ലൈസൻസ് ആഡ് ചെയ്യുമ്പോൾ ഇവിടെ രജിസ്റ്റർ നമ്പർ അല്ല, ഇവിടെ ലൈസൻസ് നമ്പർ ഉണ്ടാവും. സോ പ്രോപ്പർ ആയിട്ട് നമ്മൾ ലൈസൻസ് നോക്കിയിട്ട് ലൈസൻസ് നമ്പർ ആഡ് ചെയ്തിട്ട് ആക്സസ് കോഡും കാര്യങ്ങളും ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ HGV HPMV എന്നുള്ള കാറ്റഗറി തന്നെ ആഡ് ചെയ്താൽ മതി. അത് തന്നെയാണ് നമ്മളുടെ ട്രാൻസ്പോർട്ട് ലൈസൻസ് എന്ന് പറയുന്ന സംഭവം. അത് തന്നെയാണ് ഇപ്പൊ നമുക്ക് ട്രാൻസ് നോൺ ട്രാൻസ് എന്ന് പറഞ്ഞിട്ട് വരുന്നത് കൊണ്ടാണ്. ക്ലിയർ ആയിട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ലൈസൻസ് ആഡ് ചെയ്യേണ്ടത് കേട്ടോ. ഇപ്പൊ പറഞ്ഞ നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇതിൽ നിന്ന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ ആണ് ആഡ് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ മോട്ടോർ സൈക്കിൾ എന്ന് പറഞ്ഞ് ആഡ് ചെയ്തു, അത് നിങ്ങൾക്ക് അതിന്റെ അവിടെ ഇന്നെലിജിബിൾ കാണിക്കുകയാണെങ്കിൽ അവിടെ ഹാവിംഗ് ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ എന്ന് കൊടുത്തിട്ട് അവിടെ ഏത് ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉള്ളതെന്ന് ചോദിക്കും. അവിടെ മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ സെലക്ട് ചെയ്തിട്ട് അപ്ലൈ ചെയ്താൽ മതി. ക്ലിയർ ആയില്ലേ പറഞ്ഞത്? മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ ആണ് നിങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ മോട്ടോർ സൈക്കിളിലോടുത്ത് ഹാവിംഗ് ഇക്വലന്റ് ക്ലിക്ക് ചെയ്തിട്ട് മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ കൊടുത്താൽ മതി. ഏതാണ് ഇക്വലന്റ് അല്ല ക്വാളിഫിക്കേഷൻ ചോദിക്കും, അവിടെ മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ കൊടുത്താൽ മതി. ആദ്യം മോട്ടോർ സൈക്കിൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെ, മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ ഉണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് ലൈസൻസിൽ തന്നെ അങ്ങനെ എടുക്കാൻ പറ്റുന്നുണ്ട് അല്ലെ, മോട്ടോർ സൈക്കിൾ വിത്തൗട്ട് ഗിയർ എടുക്കാൻ പറ്റും. സ്കൂട്ടികൾക്ക് മാത്രമായിട്ട് എടുക്കാൻ പറ്റും ലൈസൻസ്, മോട്ടോർ സൈക്കിളിന് എടുക്കാൻ പറ്റും. രണ്ട് രീതിയിൽ ഇപ്പൊ നമുക്ക് ലൈസൻസ് എടുക്കാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഇപ്പൊ പറഞ്ഞ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ, നമുക്ക് അടുത്തൊരു സെക്ഷനിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ കഴിഞ്ഞ AMVA എക്സാമുകളിലെ കുട്ടികളുടെ റിസൾട്ട് ആണ് സ്ക്രീനിൽ കാണിച്ചിട്ടുള്ളത്. ഓരോ ആളുകളുടെ ടെക് PSCയിലൂടെ പഠിച്ചിട്ട് അല്ല റാങ്ക് മേടിച്ചിട്ടുള്ള സർവീസിലുള്ള ആളുകളുടെ ഒക്കെ ഫോട്ടോസ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ കഴിയും. അപ്പോൾ കഴിഞ്ഞ വർഷം നല്ലൊരു റിസൾട്ട് സൃഷ്ടിക്കാൻ ടെക് PSC കഴിഞ്ഞിട്ടുണ്ട്. സോ ഈ വർഷം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ടെക് PSCക്ക് AMVAക്ക് വേണ്ടിയിട്ട് ഫോക്കസ് ബാച്ച് എന്നുള്ള പേരിൽ നമ്മളൊരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള AMVAക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓൺലൈൻ ബാച്ച് ചെയ്യുന്നുണ്ട്. ഫുള്ളി സിലബസിന് ബേസ്ഡ് ആയിട്ടുള്ള റെക്കോർഡർ ക്ലാസ്സസ്, അതോടൊപ്പം തന്നെ അതിന്റെ PDF നോട്ട്സ്, മോക്ക് ടെസ്റ്റുകൾ, ഫുൾ മോഡൽ എക്സാംസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ട് മെന്റർഷിപ്പോട് കൂടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, AMVA പഠിക്കാൻ പറ്റും. നിങ്ങൾ കോഴ്സിലൊന്നും ജോയിൻ ചെയ്തിട്ടില്ല, ടെക് PSCയോട് കൂടെ ജോയിൻ ചെയ്ത് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് ടെക് PSCയിൽ നിന്ന് കോഴ്സ് ജോയിൻ ചെയ്തിട്ട് പഠിച്ചു തുടങ്ങും. അപ്ലൈ ചെയ്ത് സബ്മിറ്റ് ചെയ്ത എഡിറ്റ് ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്ലൈ ചെയ്ത് സബ്മിറ്റ് ചെയ്ത എഡിറ്റ് ഓപ്ഷൻ ഇല്ല. ലൈസൻസിൽ ട്രാൻസ് ആണ് ഉള്ളത്. അതിനുള്ളൊരു മറുപടി ഞാൻ പറഞ്ഞ, ലൈസൻസിൽ ട്രാൻസ് ആണ് ഉണ്ടായിരിക്കുക. അപ്പൊ ട്രാൻസ്പോർട്ട് ആയതുകൊണ്ട് ട്രാൻസും നോൺ ട്രാൻസും ആണ്. അല്ലെങ്കിൽ ആദ്യകാലങ്ങളിൽ LMV HPMV HGMV എന്നാണ് ഉണ്ടായിരുന്നത്. അപ്ലൈ ചെയ്യുന്നതിന്റെ മുന്നോടിയായിട്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് ചെയ്യാം കേട്ടോ. ഞാൻ അപ്ലൈ ചെയ്ത് കരുതിയിട്ട് വലിയ ലൈസൻസ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയാം കേട്ടോ. എക്സാം ഈ ഒരു വർഷത്തിന്റെ എൻഡിലോടായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം മോസ്റ്റ്ലി, അല്ലാന്നുണ്ടെങ്കിൽ അടുത്ത വർഷം തുടക്കത്തിലുണ്ടാവും. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ലാസ്റ്റ് അഡ്വൈസ് ഡീറ്റെയിൽസ്. ഇപ്പൊ നമ്മളെ AMVAക്ക് വേണ്ടി ഒരു എക്സാമിന് വേണ്ടി പഠിക്കാനിരിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും നോക്കുന്ന, ഒരു എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും നോക്കുന്ന ഒരു കാര്യമാണ് ഇതിന് മുന്നത്തെ നോട്ടിഫിക്കേഷൻ എന്നായിരുന്നു,
അതിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് അല്ലെ, എത്ര പേർക്ക് ജോബ് ലഭിച്ചു, അല്ലെങ്കിൽ എത്രയാണ് കട്ട് ഓഫ് വന്ന്. ജോബ് ലഭിച്ചതിനേക്കാളും കൂടുതൽ നമ്മൾ നോക്കുന്ന ഒരു കാര്യമാണ് കട്ട് ഓഫ് എത്ര വന്നു. നമുക്ക് പഠിക്കാനിരിക്കുമ്പോൾ ഞാനിത് ഇന്റെ ഒരു ലെവലിൽ നിൽക്കുന്ന കട്ട് ഓഫിൽ കിട്ടുമോ, അല്ലെ എത്ര പേര് അപ്ലൈ ചെയ്തു, എത്ര സമയം എടുത്തു, അങ്ങനെയുള്ള കാര്യം. സോ കഴിഞ്ഞ തവണ ഉള്ള ഒരു അഡ്വൈസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കഴിഞ്ഞ തവണത്തെ ഒരു എക്സാമുമായി ബന്ധപ്പെട്ടുള്ള അഡ്വൈസ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ 2022 517 എന്നുള്ള കാറ്റഗറിയിലാണ് നമുക്ക് എന്ത് വന്നത്, ലാസ്റ്റ് ഇയർ നോട്ടിഫിക്കേഷൻ വന്നത്. 2022 മുന്നേ വന്നത് കുറെ മുന്നേ ആയിരുന്നു, പക്ഷെ 2022 517 എന്നുള്ള കാറ്റഗറിയിലാണ് നോട്ടിഫിക്കേഷൻ വന്നത്. എക്സാമിന്റെ ഡേറ്റ് 2023 മെയ് 26 തീയതിയാണ് നടന്നത്. 2023 മെയ് 26 നടന്നത്. ഈ 517 എന്ന് പറയുന്നത് ഏകദേശം ഡിസംബറിലാണ് കേട്ടോ. ഏകദേശം ഡിസംബറിലാണ് നോട്ടിഫിക്കേഷൻ വന്നത്. ഏകദേശം മെയ്യിൽ, അതായത് ഒരു 5 മാസത്തെ സമയം 6 മാസം കൊണ്ട് എന്ത് ചെയ്തു, എക്സാം നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ തവണയും വന്നതിൽ ഏകദേശം മെയ് ലാസ്റ്റ് അല്ല, ജൂൺ ഫസ്റ്റ് ഓടുകൂടി വന്നു. ജൂലൈ വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ ടൈം ഉണ്ട്. ഇപ്പൊ ഡിസംബർ ജനുവരി ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു എക്സാം ഇപ്പൊ ക്വിക്കായിട്ട് PSC ഒരു ട്രെൻഡ് പ്രകാരം ഇപ്പൊ ലാസ്റ്റ് നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ലാസ്റ്റ് ഒക്കെ അങ്ങനെയാണ് നടന്നിട്ടുള്ളത്, PSC മറ്റ് എക്സാംസ് ഒക്കെ. അതുകൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഡിസംബറിലൊക്കെ പ്രതീക്ഷിക്കാം. കഴിഞ്ഞ തവണ അപ്ലിക്കേഷൻസിന്റെ കൗണ്ട് എന്ന് പറയുന്നത് 10,000 ആയിരുന്നുണ്ടായിരുന്നു. 10,787 പേരാണ് ഉണ്ടായിരുന്നത്. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്ന് 2024 സെപ്റ്റംബർ 2 തീയതിയാണ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. അതായത് നമ്മളുടെ ഫസ്റ്റ് നമുക്ക് ഷോർട്ട് ലിസ്റ്റ് വരണം അല്ലേ, കുറച്ചധികം കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് നമുക്ക് ഷോർട്ട് ലിസ്റ്റ് വരും. ഫസ്റ്റ് ഒരു ഷോർട്ട് ലിസ്റ്റ് വരും. ഈ ഷോർട്ട് ലിസ്റ്റ് വന്നതിന് ശേഷം അടുത്ത ഒരു ഘട്ടം എന്ന് പറയുന്നത് നമ്മളൊരു ഫിസിക്കൽ മെഷർമെന്റ് ടെസ്റ്റിന് വിളിക്കും. നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ പർട്ടിക്കുലേഴ്സും അതേപോലെ തന്നെ നമ്മുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് വരണം, ഒരു ഫിസിക്കൽ മെഷർമെന്റ് ടെസ്റ്റ് ഉണ്ടാവും. നമ്മളെ ഫിസിക്കൽ ടെസ്റ്റ് നമ്മളിപ്പോൾ ക്വാളിഫിക്കേഷൻ പറഞ്ഞപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ് ആ ഫിസിക്കൽ ടെസ്റ്റിന്. ഇത് കഴിഞ്ഞ് ഫിസിക്കൽ ടെസ്റ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ചെറിയൊരു ഷോർട്ട് ലിസ്റ്റ് ഇടും. അങ്ങനെ ഫിസിക്കലിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ള ആളെ ഒഴിവാക്കിയിട്ട് ബാക്കി ഒരു ഷോർട്ട് ലിസ്റ്റ് ഇടും. ഈ ഷോർട്ട് ലിസ്റ്റ് പിന്നീട് ഒഴിവാക്കും. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ആദ്യ കാലങ്ങളിൽ കാണാൻ പറ്റിയിരുന്നു. ഇപ്പൊ നമുക്ക് ഈ ഷോർട്ട് ലിസ്റ്റ് ആണ് കാണാൻ പറ്റുക. ദെൻ ഷോർട്ട് ലിസ്റ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്തുണ്ട്, വെരിഫിക്കേഷനും അതോടൊപ്പം തന്നെ ഇന്റർവ്യൂ ഉണ്ട്. വെരിഫിക്കേഷൻ ഉണ്ട്, അതോടൊപ്പം തന്നെ ഇന്റർവ്യൂ ഉണ്ട്. ഈ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞതിന് ശേഷം റാങ്ക് ലിസ്റ്റ് ഇടും. റാങ്ക് ലിസ്റ്റ് അപ്പൊ ഇത്രയും പ്രോസസ്സ് എന്ത് ചെയ്യണം, കടന്നു പോകണം. അപ്പോൾ ഇത്രയും പ്രോസസ്സ് കടന്നുപോയി റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞ തവണ വന്നത് എന്നാണ് 2024 സെപ്റ്റംബർ 2 തീയതി ആയിരുന്നു റാങ്ക് ലിസ്റ്റ് വന്നത്. കട്ട് ഓഫ് മാർക്ക് വന്നത് 59.6 ആണ് മെയിൻ ലിസ്റ്റിന്റെ കട്ട് ഓഫ് വന്നത്. അതിനോട് താഴത്തോട്ട് സപ്ലിമെന്ററി ലിസ്റ്റ് തന്നെ മാക്സിമം മാർക്ക് വന്നത് ഫസ്റ്റ് റാങ്കിന് 83.33 ആണ് കേട്ടോ. ഇന്റർവ്യൂവിന് മാക്സിമം മാർക്ക് വന്നത് 13 ആണ്. ഇന്റർവ്യൂവിന് മാക്സിമം മാർക്ക് വന്നത് മിനിമം 9 ആയിരിക്കും. 9 to 13 ആണ് ഇന്റർവ്യൂ നോർമലി ഉണ്ടാകാറുള്ളത്. ലാസ്റ്റ് അഡ്വൈസ് പോയത് ഡിസംബർ 26, 2025 ഡിസംബർ 26 ലാസ്റ്റ് അഡ്വൈസ് പോയത്. നിലവിൽ 121 അഡ്വൈസ് ആണ് നിലവിൽ ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് പോയിരുന്നത്. ഈ റാങ്ക് ലിസ്റ്റ് 2024 സെപ്റ്റംബർ 2 വന്നതുകൊണ്ട് തന്നെ 3 വർഷത്തിന് ശേഷം 2027 സെപ്റ്റംബർ 1 റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആവും. അപ്പൊ റാങ്ക് ലിസ്റ്റ് അടുത്ത സെപ്റ്റംബർ ഈ 2026 അല്ല 2027 സെപ്റ്റംബറിൽ എക്സ്പയർ ആവും. എക്സ്പയർ ആകുമ്പോഴത്തേക്കും അടുത്ത ഈ നമ്മൾ വിളിച്ചിട്ടുള്ള നോട്ടിഫിക്കേഷന്റെ റാങ്ക് ലിസ്റ്റ് വരാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ഇപ്പൊ PSC ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് അങ്ങനെയാണ്. ക്ലിയർ ആണല്ലോ അഡ്വൈസുമായി ഡീറ്റെയിൽസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. സോ ഇനി നമ്മൾ ജസ്റ്റ് അടുത്ത സെക്ഷനിലോട്ട് മൂവ് ചെയ്യാണ്. വേറെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. അപ്പൊ നമ്മളെ സിലബസ് എന്താണ് നിങ്ങൾ ഓൾറെഡി ഉണ്ടാകുമ്പോൾ സിലബസിനെ ജസ്റ്റ് നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്തൊക്കെ കാര്യങ്ങൾ അതിൽ പഠിക്കാനുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളും, അതേപോലെ തന്നെ റാങ്ക് മേക്കിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ക്യാപ്സൂൾ ബുക്സുകൾ, നമ്മൾ കുറേ അധികം ബുക്സ് റെഫർ ചെയ്യാൻ പറ്റും. നമ്മളൊരു ഇതിൽ നിങ്ങൾക്കറിയാം സബ്ജക്റ്റുകൾ എന്ന് പറഞ്ഞാൽ അല്ലെ, ഓട്ടോമൊബൈൽ ഉണ്ട്, മെക്കാനിക്കൽ ഉണ്ട്, അതേപോലെ തന്നെ ഡ്രൈവിങ്ങിന്റെ സ്പെഷ്യൽ ടോപ്പിക്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരൊറ്റ ബുക്ക് വാങ്ങിയാണ്ട് അത് ഇരുന്ന് കണ്ട് കാണാപ്പാടം പഠിച്ചിട്ട് പോയിട്ട് എക്സാം എഴുതുന്ന ഒരു സിസ്റ്റംസ് രീതി അല്ല ഈ AMV എക്സാം എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. സോ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ബുക്സ് സിലബസ് കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഓരോന്നോരോ നോക്കാം. അപ്പൊ നിലവിൽ സിലബസിന്റെ മൊത്തത്തിൽ നമുക്ക് നോക്കുന്ന സമയത്ത് മെക്കാനിക്കൽ എന്ന് പറയുന്നത് മെക്കാനിക്കലിൽ 40 മാർക്ക്, അതേപോലെ തന്നെ ഓട്ടോമൊബൈൽ 40 മാർക്ക്, ദെൻ ജോബ് റിലേറ്റഡ് ടോപ്പിക്സ് 20 മാർക്ക്. അങ്ങനെ നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്സ് അല്ലെങ്കിൽ ജോബ് റിലേറ്റഡ് ടോപ്പിക്സ് അത് നമുക്ക് 20 മാർക്ക്. അപ്പൊ അങ്ങനെ ടോട്ടൽ 100 മാർക്കിലോട്ടാണ് നമ്മൾ എക്സാം കൃത്യമായിട്ട് ഓരോ സെക്ഷനും 10 10 10 എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മെക്കാനിക്കലിന്റെ ഓരോ ഭാഗത്തു നിന്നും 10 എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നമുക്ക് വീക്ക് ആയിട്ടുള്ള ഭാഗങ്ങൾ ഉണ്ടാവും, നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഉണ്ടാവും അല്ലെ. ഒരു ഡിപ്ലോമ ഓട്ടോമൊബൈൽ കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഡിപ്ലോമ ഓട്ടോമൊബൈലിന്റെ ഭാഗം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സ്ട്രോങ്ങും, മെക്കാനിക്കലിന്റെ ഭാഗം തരും കുറച്ച് വീക്ക് ആയിരിക്കും. അപ്പോൾ മെക്കാനിക്കൽ ഏതൊക്കെ ഭാഗങ്ങൾ എങ്ങനെയൊക്കെ പഠിക്കണം എന്നുള്ളത് നമ്മൾ ഏകദേശം മെക്കാനിക്കലുമായി ബന്ധപ്പെട്ട റിലേറ്റ് ചെയ്ത കാര്യങ്ങളും ഡിപ്ലോമ ഓട്ടോമൊബൈൽ പഠിച്ചു പോകുന്നുണ്ട്.
ഫ്ലൂയിഡ് മെക്കാനിക്സ് ആണെങ്കിലും തെർമൽ ആണെങ്കിലും അല്ലേ, ഹീറ്റ് പവർ എഞ്ചിനീയറിംഗ് എന്നുള്ള പേരിലൊക്കെ പഠിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്റ്റും പഠിക്കുന്നു. ഓട്ടോമൊബൈൽ ആകുമ്പോൾ കുറച്ച് മെക്കാനിക്കൽ വൈഡായി പഠിക്കുന്ന അത്ര പഠിക്കുന്നില്ലുള്ളൂ. ഇനി മെക്കാനിക്കലാർക്കും തന്നെ S5 ഒക്കെ ആവുന്ന സമയത്ത് ഡിപ്ലോമയിലാണെങ്കിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു പേപ്പർ തന്നെ ഉണ്ട്. അതിൽ തന്നെ ഓട്ടോമൊബൈലുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ മൊഡ്യൂൾസും, എല്ലാ സസ്പെൻഷൻ, സ്റ്റിയറിംഗ്, എല്ലാ ഭാഗവും, ട്രാൻസ്മിഷൻ അടക്കം ഫുള്ള് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓട്ടോമൊബൈലിന്റെ സബ്ജക്റ്റിൽ മെക്കാനിക്കലാരും പഠിക്കുന്നുണ്ട്. പിന്നെ എലക്ടീവ് ഒക്കെ എടുക്കുന്ന സമയത്ത് പല ആളുകളും ഓട്ടോമൊബൈലൊക്കെ എലക്ടീവ് ഒക്കെ എടുക്കാറുണ്ട്. അല്ലേ? ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. സോ ഇതാണ് നമ്മളുടെ ഒരു ജസ്റ്റ് സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്ലൂയിഡ് മെക്കാനിക്സിന്റെ ഭാഗം മാത്രം എടുക്കുകയാണെങ്കിൽ, FM-ന്റെ ഭാഗം ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീൻസ് മാത്രം എടുക്കുകയാണെങ്കിൽ അതിൽ നമുക്കൊരു 10 മാർക്കിൽ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. അതിൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്, ബേസിക് ആയിട്ട് ആദ്യം നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ പഠിച്ചു തുടങ്ങുന്ന ഒരു സാധനമാണ് അല്ലേ, പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ് എന്ന് പറയുന്ന ഭാഗം. അത് കുറേ അധികം കാര്യങ്ങളുണ്ടല്ലോ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ് എന്ന് പറയുന്നതിൽ അല്ലേ. നമ്മൾ കുറേ അധികം കാര്യങ്ങൾ പറയും, ഡെൻസിറ്റി, സ്പെസിഫിക് ഗ്രാവിറ്റി അല്ലേ, സ്പെസിഫിക് വോളിയം, അങ്ങനെ കുറേ അധികം വിസ്കോസിറ്റി ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ ഓരോന്നും നമ്മൾ പഠിക്കും. അതേപോലെ തന്നെ ഫ്ലൂയിഡ് പ്രഷറൈസ്ഡ് മെഷർമെന്റ്, അത് മെഷർ ചെയ്യുന്ന കാര്യങ്ങൾ, അത് ഇൻസ്ട്രുമെന്റ് ആയിട്ട് മെഷർ ചെയ്യുന്നതും നമ്മൾ എന്താ പറയാ മാനോമീറ്ററിൽ മെഷർ ചെയ്യുന്നു, മാനോമീറ്ററിന്റെ ടൈപ്സും അല്ലെ, അതിൽ പ്രഷർ കണ്ടെത്താൻ ഇക്വേഷൻ കാര്യങ്ങളൊക്കെ. പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ്സിനെ കുറിച്ച്, ഫ്ലൂയിഡ് കൈനമാറ്റിക്സ്, കൈനറ്റിക്സിനെ കുറിച്ച്, പ്രോപ്പർട്ടീസ് ഓഫ് ഹൈഡ്രോളിക് ഓയിൽസ്, ഹൈഡ്രോളിക് മെഷീൻസ് അല്ലെ, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എന്തിൽ വരുന്നതാണ്, നമ്മുടെ ഫ്ലൂയിഡ് മെക്കാനിക്സ്, ഹൈഡ്രോളിക് മെഷീൻസ് ആണ്. ഇതിൽ നിന്ന് എല്ലാത്തിനും കൂടി 10 മാർക്ക് ഉണ്ട്. അപ്പൊ നമ്മളൊരു ഡിപ്ലോമ ലെവലിലുള്ള എക്സാം ആയതുകൊണ്ട് ഡിപ്ലോമ ലെവലിൽ നമ്മൾ പുസ്തകം നോക്കുകയാണെന്നുണ്ടെങ്കിൽ റേഡിയന്റ് പബ്ലിക്കേഷൻസ് ഇറക്കുന്ന ഡിപ്ലോമയുടെ കുറെ ക്യാപ്സൂൾ ബുക്സ് ഉണ്ട്, ചെറിയ ചെറിയ ബുക്സ്, കുറെ വാരി വലിച്ച് പറയാതെ. നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് ഫുൾ ആയിട്ട് നമുക്ക് ഒക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ബെൻസാളിന്റെ ബുക്ക് ഒക്കെ നോക്കുന്ന അല്ലേ. പക്ഷെ ബെൻസാളിന്റെ ബുക്കിലൊക്കെ കുറേ അധികം ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഉണ്ടാവും, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഓരോ ടോപ്പിക്കിൽ നിന്നും 10-20 ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഉണ്ടാവും. അങ്ങനെയാണ് ബെൻസാളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതായത് നമ്മൾ ഒരു ബിടെക്കിന് പഠിക്കുന്ന ഒരാൾക്കും ഡിപ്ലോമ പഠിക്കുന്ന ഒരാൾക്കും ഏതൊരാൾക്കും റെഫർ ചെയ്യുന്ന ഒരു അധ്യാപകനും ഒക്കെ നോക്കാൻ പറ്റുന്ന ബുക്ക് രീതിയിലാണ് ബെൻസാളൊക്കെ ഉള്ളത്, ഫുൾ ആയിട്ടുള്ള ബുക്സ് ഒക്കെ ഉള്ളത്. സോ നമുക്കൊരു ക്യാപ്സൂൾ ആയിട്ട് നമുക്ക് ഷോർട്ട് ആയിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് പഠിച്ചിട്ട് പോകാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള ഡിപ്ലോമ ലെവലിലുള്ള ബുക്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് മൊത്തം പറയുന്നത് കേട്ടോ. സോ അതിന് വേണ്ടി ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് മെഷീനറി എന്ന് പറയുന്ന അല്ലെ റേഡിയന്റ് പബ്ലിക്കേഷൻസിന്റെ ഈ ബുക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് വരുന്നത് തെർമൽ എഞ്ചിനീയറിംഗ് ആണ്. അടുത്ത 10 മാർക്ക് എന്ന് പറയുന്നത് തെർമൽ എഞ്ചിനീയറിംഗ് എന്നാണ് അല്ലെ. തെർമോഡൈനാമിക്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. തെർമൽ എഞ്ചിനീയറിംഗ്, ഹീറ്റ് പവർ എഞ്ചിനീയറിംഗ് എന്നൊക്കെ രീതിയിൽ വരുന്നത്. അത് ലോസ് ഓഫ് തെർമോഡൈനാമിക്സ്, എയർ സൈക്കിൾസ്, പെട്രോൾ എഞ്ചിൻ, ഡീസൽ എഞ്ചിൻ, 2 സ്ട്രോക്ക് 4 സ്ട്രോക്കിന്റെ വർക്കിംഗ്, അതുമായി ബന്ധപ്പെട്ട അതിന്റെ എഫിഷ്യൻസി, പെർഫോമൻസ് കാര്യങ്ങളൊക്കെ അല്ലെ. പെർഫോമൻസ് ടെസ്റ്റിംഗ്, ഇവിടെ മോയിസ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ അവിടെയാണ് വരുന്നത് അല്ലെ. അതേപോലെ കംപ്രസർ, ഹീറ്റ് ട്രാൻസ്ഫർ കാര്യങ്ങളൊക്കെ തെർമൽ എഞ്ചിനീയറിംഗിലാണ് വരുന്നത്. സോ ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് എന്ത് വരുന്നുണ്ട്, ഒരു 10 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. കുറെ അധികം സൈക്കിൾസിനെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. ഈ ഓട്ടോ സൈക്കിളും ഡീസൽ സൈക്കിളും, അവിടെ തന്നെ നമുക്ക് പെട്രോൾ എഞ്ചിൻ, ഡീസൽ എഞ്ചിനൊക്കെ പഠിക്കും. ഈ പെട്രോൾ എഞ്ചിൻ, ഡീസൽ എഞ്ചിനൊക്കെ നമുക്ക് മറ്റേ ഓട്ടോമൊബൈലിന്റെ പാർട്ടിലും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഒരു പെർഫോമൻസ് ക്രൈറ്റീരിയ വെച്ചിട്ടാണ് നമ്മൾ തെർമൽ എഞ്ചിനീയറിംഗിൽ പഠിക്കാറുള്ളത്. then ഹീറ്റ് പവർ എഞ്ചിനീയറിംഗ് ആണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഈ ഒരു ഡിപ്ലോമ ലെവലിലെ ബുക്ക് ആണെന്നുണ്ടെങ്കിൽ അല്ലെ, ഈ ഒരു 2 ബുക്സ് വോളിയം 1 ഉണ്ട്, വോളിയം 2 ഉണ്ട്, ഹീറ്റ് പവർ എഞ്ചിനീയറിംഗ്. ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ നല്ലത്, റെഫർ ചെയ്യാൻ വേണ്ടി നല്ലത് കേട്ടോ. ദെൻ നെക്സ്റ്റ് അടുത്തെന്ന് പറഞ്ഞാൽ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ആണ്. സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് വരുന്ന സമയത്ത് സ്ട്രെസ്, സ്ട്രെയിൻ, അതിന്റെ റിലേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഫ്രിക്ഷന്, പിന്നെ ബീം, നമ്മൾ ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം അല്ലെ, SFD BMD എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വരക്കാണെന്നല്ല നമുക്ക് വരിക, നമുക്ക് ഓരോ പോയിന്റിലുള്ള ഷിയർ ഫോഴ്സ് എത്രയായിരിക്കും, ബെൻഡിങ് മൊമെന്റ് എത്രയായിരിക്കും എന്നുള്ള രീതിയിലാണ് വരിക ഓരോ ടൈപ്പ് ഓഫ് ബീംസിന്റെ. അതിൽ നമുക്ക് എല്ലാതൊന്നും സിലബസിൽ പറയുന്നില്ല. അതായത് ഇപ്പോൾ കാൻഡിലിവറും സിംപ്ലി സപ്പോർട്ടറും പറയുന്നുണ്ട്. അതേ നമുക്ക് UDL പോയിന്റ് ലോഡ് പറയാറുണ്ട്. UDL യൂണിഫോം വേരിയിങ് ലോഡൊന്നും നമുക്ക് എന്ത് വരുന്നില്ല, ഇതിന്റെ സിലബസിൽ വരുന്നില്ല. പക്ഷെ പഠിക്കുന്ന സമയത്ത് നമുക്ക് നോക്കി വെക്കുകയാണെങ്കിൽ നന്നാവും. അതേപോലെ തന്നെ റിവെറ്റ്, ബോൾസ്, ടൈപ്സ് ഓഫ് സ്പ്രിങ്സ്, വെൽഡഡ് ജോയിന്റ്സ് കാര്യങ്ങളൊക്കെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് വരുന്നുണ്ട്. സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ ഇതേപോലെ നമുക്ക് റേഡിയന്റ് പബ്ലിക്കേഷൻസിന്റെ ചെറിയ ബുക്കും കാര്യങ്ങളും അവൈലബിൾ ആണ്. ഡിപ്ലോമ ലെവലിലുള്ള ബുക്കുകളാണ്, ഡിപ്ലോമ ലെവൽ എക്സാമുകൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ബുക്കുകളാണ് പോളിടെക്നിക്കലി. നെക്സ്റ്റ് മെക്കാനിക്കലിന്റെ 4th പാർട്ട് എന്ന് പറയുന്നത്, മെക്കാനിക്കലിന്റെ ലാസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് മെഷീൻ എലമെന്റ്സ്, മെറ്റീരിയൽസ്, ബോയിലേഴ്സ്. എന്നാൽ മെക്കാനിക്കലിന്റെ ബാക്കിയുള്ള മെയിൻ ആയിട്ടുള്ള കണ്ടന്റ്സ് പറഞ്ഞിട്ടുള്ള ബാക്കിയുള്ള എല്ലാ കോർ സബ്ജക്റ്റ് കൂടിയും ഒന്നിച്ച് കൊടുത്തിട്ടാണ്. ബിയറിങ്സ്, ഗവർണർ, ഫ്ലൈ വീല്, ഗിയേഴ്സ്, ബോയിലേഴ്സ്, മെറ്റീരിയൽ സയൻസുമായി ബന്ധപ്പെട്ട അല്ലെ മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ട് നമുക്കൊരു 10 മാർക്കിന് ലാസ്റ്റ് 40ാമത്തെ ഒരു സെക്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ മെറ്റീരിയൽ സയൻസ് പറഞ്ഞിട്ടുള്ള ബുക്സ് നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ മെഷീൻ എലമെന്റ്സ്, ഷാഫ്റ്റ്, ഫ്ലൈ വീല് അല്ലെ, അങ്ങനെയുള്ള ഗിയറിന്റെ നോമൻക്ലേച്ചർ ഇങ്ങനത്തെ ഒക്കെ പഠിക്കുന്ന സമയത്ത്, പവർ ട്രാൻസ്മിഷൻ ഒക്കെ പഠിക്കേണ്ട സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഡിസൈൻ ഓഫ് മെഷീൻ എലമെന്റ്സ് എന്നല്ല DME എന്നാണ് നമ്മൾ ഷോർട്ട് നെയിം ആയിട്ട് പറയാറുള്ളത്. ഈ ബുക്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം.
ക്ലിയർ ആണല്ലോ. ദെൻ പിന്നെ നമുക്കെന്ന് പറയുന്നത് ഓട്ടോമൊബൈൽ ആണ്. ഓട്ടോമൊബൈലിന്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് ഓഫ് ഐസി എഞ്ചിൻ എന്നുള്ള ഭാഗത്ത് നിന്ന് അല്ലേ. അതായത് ഓട്ടോമൊബൈൽ കുറച്ചധികം കാര്യങ്ങൾ, അതായത് മൊത്തം ഒന്നിച്ച് തന്നെ നമുക്ക് പറയാം. ഫസ്റ്റ് 10 മാർക്കിന് തന്നെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് ഓഫ് ഐസി എഞ്ചിൻ എന്ന് പറയുന്ന ഭാഗമാണ്. അതിൽ ഐസി എഞ്ചിനെ കുറിച്ചുള്ള ഓരോ ഐസി എഞ്ചിൻ പാർട്സുകളുടെ കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ് ആണ്. നമുക്ക് അത് എന്ത് മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കി, ഏതൊക്കെ ടൈപ്പ് ഉണ്ട്, എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ദെൻ ഫ്യൂൽ സിസ്റ്റത്തെ കുറിച്ച് പറയുന്നുണ്ട്, ലൂബ്രിക്കേഷൻ സിസ്റ്റത്തെ കുറിച്ച് പറയുന്നുണ്ട്, കൂളിംഗ് സിസ്റ്റത്തെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ. അതിലൊക്കെ അതിന്റെ ടൈപ്സും അതിൽ ഉപയോഗിക്കുന്ന കോമ്പോണൻസും കാര്യങ്ങളും എല്ലാം തന്നെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. സോ അതൊരു 10 മാർക്ക്. അതോടൊപ്പം തന്നെ ചേസിസുമായി ബന്ധപ്പെട്ട, ചേസിസ് എന്ന് പറയുമ്പോൾ ചേസിസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, ചേസിസ് ഫ്രെയിം, അതേപോലെ തന്നെ സസ്പെൻഷൻ സിസ്റ്റം, അതേപോലെ അതിൽ സ്റ്റിയറിംഗ് സിസ്റ്റം വരുന്നുണ്ട്, ബ്രേക്ക് സിസ്റ്റം വരുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ട് എന്ത് വരുന്നുണ്ട് ഒരു 10 മാർക്കിന്. നെക്സ്റ്റ് പിന്നെ ട്രാൻസ്മിഷനും ഇലക്ട്രിക്കൽ സിസ്റ്റവും. ട്രാൻസ്മിഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ ക്ലച്ച്, ഗിയർ ബോക്സ്, പ്രൊപ്പല്ലർ ഷാഫ്റ്റ് അല്ലെ ഡ്രൈവ് ലൈൻ, ഡിഫറൻഷ്യൽ, റിയർ ആക്സിൽ, വീൽസ് ആൻഡ് ടയേഴ്സ്, ഈ മൊത്തം ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് നമുക്ക് എന്ത് വരുന്നത് നമ്മുടെ ട്രാൻസ്മിഷൻ സിസ്റ്റം എന്ന് പറയുന്നത് അല്ലേ. പിന്നെ അതേപോലെ ഇലക്ട്രിക്കൽ സിസ്റ്റം ആകുമ്പോൾ ഡിഫറെന്റ് സിസ്റ്റംസ്, നമ്മൾ ബാറ്ററിനെ കുറിച്ച് പഠിക്കണം, ചാർജിങ് സിസ്റ്റത്തെ കുറിച്ച് പഠിക്കണം, സ്റ്റാർട്ടിംഗ് സിസ്റ്റത്തെ കുറിച്ച് പഠിക്കണം അല്ലെ, ഇഗ്നിഷൻ സിസ്റ്റത്തെ കുറിച്ച് പഠിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ എന്തിൽ വരുന്നുണ്ട്, ഈ ഒരു ട്രാൻസ്മിഷൻ സിസ്റ്റം ഉണ്ട്. അപ്പൊ ഇതിലെന്ന് പറയുന്നത് നമ്മൾ നോർമലി നമ്മൾ ഓട്ടോമൊബൈലിന്റെ ഡിപ്ലോമ ആണെന്നുണ്ടെങ്കിലും കൃപാൽ സിംഗിന്റെ ബുക്ക് നമ്മൾ റെഫർ ചെയ്യാറുണ്ട്. കൃപാൽ സിംഗിന്റെ വോളിയം 1ഉം വോളിയം 2ഉം നമ്മൾ ചെയ്യാറുണ്ട്. ഒരെണ്ണം എഞ്ചിന് ബേസ് ചെയ്തിട്ടുള്ള കാര്യം, ഒരെണ്ണം ചേസിസുമായി ബേസ് ചെയ്തിട്ടുള്ള ബുക്കാണ് വരുന്നത്. അത് കൂടാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓട്ടോമൊബൈലിന്റെ ഡിപ്ലോമ ലെവൽ റേഡിയന്റ് തന്നെ ചെറിയ ബുക്സ് ഇറക്കിയിട്ടുണ്ട്. പിന്നെ നിമ്മിയുടെ മോട്ടോർ മെക്കാനിക് വെഹിക്കിൾ എന്നുള്ള മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ എന്നുള്ള നിമ്മി ട്രേഡിലേക്ക് ആവശ്യമായിട്ടുള്ള നിമ്മിയുടെ ബുക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ബുക്കുകളുണ്ട്. അതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഷോർട്ടായിട്ട് നിമ്മിന്റെ ബുക്സ് ഉണ്ടാകാറുണ്ട്. അതിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ പറ്റും. സോ ഓട്ടോമൊബൈൽ ഈ ഭാഗങ്ങൾക്ക്, അതായത് ഞാൻ പറഞ്ഞിട്ടുള്ള എഞ്ചിൻ മുതൽ ചേസസ്, ഡിഫറൻഷ്യൽ, സസ്പെൻഷൻ, ഈ ഭാഗങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഏരിയ ഉപയോഗിക്കാം. ഇതിനപ്പം നമുക്ക് ഓട്ടോമൊബൈൽ 30 മാർക്കേ ആയിട്ടുള്ളൂ. ഇനി നമുക്കൊരു 10 മാർക്ക് കൂടി ഉണ്ട്. അത് നമ്മളുടെ ഓട്ടോമൊബൈൽ ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെന്റും മോഡേൺ ടെക്നോളജീസ് ഓഫ് ഓട്ടോമൊബൈലും ആണ് അല്ലേ. അപ്പൊ അതിൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെന്റിൽ വരുന്ന മോട്ടോർ വെഹിക്കിൾ ആക്ടിന്റെ ഫീച്ചേഴ്സ്, കാര്യങ്ങൾ, ഡ്യൂട്ടീസ് ഓഫ് ഡ്രൈവേഴ്സ് ആൻഡ് കണ്ടക്ടേഴ്സ് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ടെസ്റ്റ് ഫോർ ഡ്രൈവേഴ്സ് ആൻഡ് കണ്ടക്ടേഴ്സ്, ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റംസ്, ഓട്ടോമൊബൈൽ പൊല്യൂഷൻ, ഇലക്ട്രിക്കൽ വെഹിക്കിൾസ്, ഹൈബ്രിഡ് വെഹിക്കിൾസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടിയിട്ട് ഒരു 10 മാർക്ക് വരുന്നുണ്ട്. ആ 10 മാർക്ക് നമുക്ക് അത് ഉപയോഗിക്കാൻ നമുക്ക് ഇതേപോലെ തന്നെ ചെറിയ ബുക്കുകൾ കിട്ടും. ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് മോട്ടോർ വെഹിക്കിൾ ആക്ട് എന്ന് പറയുന്ന നീരാളി പബ്ലിക്കേഷൻസിന്റെ ഇങ്ങനെ ചെറിയ ബുക്ക്, ഡിപ്ലോമ ലെവലിലുള്ള ബുക്ക് കിട്ടും. തീരെ കട്ടിയൊന്നുമില്ല, വലിയ കട്ടിയൊന്നുമില്ല, കട്ടിയില്ലാത്തൊരു ബുക്കാണ് കേട്ടോ. സോ ഇങ്ങനെയുള്ള ബുക്ക്, ഇതിൽ ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെന്റ് ഉണ്ട്. പക്ഷെ പുതിയ ബുക്സ് മേടിക്കാൻ ശ്രമിക്കണം. ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെന്റ് നമ്മൾ പഠിക്കുന്ന സമയത്ത് പല കാര്യങ്ങളും അപ്ഡേറ്റഡ് ആയിരിക്കും. സോ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് അറിയണം, അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം പഴയ ബുക്ക് ആകുമ്പോൾ ചിലപ്പോൾ അതിൽ അപ്ഡേഷൻ വരാൻ സാധ്യത കുറവാണ്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക പഠിക്കുന്ന സമയത്ത്. പിന്നെ നമുക്ക് വരുന്ന സ്പെഷ്യൽ ടോപ്പിക്സ് ആണ്. സ്പെഷ്യൽ ടോപ്പിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മോട്ടോർ വെഹിക്കിൾ ആക്ടുമായി ബന്ധപ്പെട്ടതും മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻസുമായി ബന്ധപ്പെട്ടതും കേരള ടാക്സ് ആക്ഷനുമായി ബന്ധപ്പെട്ടതുമാണ് വരുന്നത് അല്ലേ. അപ്പോൾ റെഗുലേഷൻസ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് നമുക്കൊരു 5 മാർക്ക് വരുന്നുണ്ട്. അതേപോലെ ചാപ്റ്റർ 2 മോട്ടോർ വെഹിക്കിൾ ഡ്രൈവേഴ്സിനും കണ്ടക്ടേഴ്സിനുള്ള കണ്ടക്ടേഴ്സിനും ചാപ്റ്റർ 2 അല്ല കേട്ടോ, ഡ്രൈവേഴ്സിനുള്ള ലൈസൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ചധികം സെക്ഷൻസ്, അതായത് സെക്ഷൻ 3 മുതൽ സെക്ഷൻ 28 വരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ്. ആ ഒരു സെക്ഷൻസ് വരുന്നുണ്ട്. പിന്നെ മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ ചാപ്റ്റർ 8 കൺട്രോൾ ഓഫ് ട്രാഫിക്, അതേപോലെ തന്നെ ചാപ്റ്റർ 4 ഉണ്ട് രജിസ്ട്രേഷൻ ഓഫ് മോട്ടോർ വെഹിക്കിൾസ്, ചാപ്റ്റർ 8 ഉണ്ട് കൺട്രോൾ ഓഫ് ട്രാഫിക്, ചാപ്റ്റർ 13 ഉണ്ട് നമ്മളുടെ പെനാൾട്ടി ഒഫൻസസ് വരുന്ന കാര്യം. അങ്ങനെയുള്ള അതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാറുള്ളത്, ആ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ. അതേപോലെ ടാക്സ് ആക്ഷൻ ആക്ട്, അതും നമുക്ക് പഠിക്കാനുണ്ട്. ഇതെല്ലാം കൂടി പഠിക്കാം. മോട്ടോർ വെഹിക്കിൾ ആക്ടിന്റെ ഈ ബെയർ ആക്ടിന്റെ അല്ലെ ഷോർട്ട് ആയിട്ടുള്ള ഇങ്ങനെയുള്ള ബുക്സ് കാര്യങ്ങൾ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. ഇപ്പൊ ഇത് നമ്മൾ ബുക്സ് ആണ്, റെഫറൻസ് ബുക്സ് ആണ്. റെഫറൻസ് ബുക്സ് എന്ന് പറഞ്ഞാൽ ക്യാപ്സൂൾ ബുക്സ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഡിപ്ലോമ ലെവലിൽ ഉണ്ടാകുന്ന ഒരു എക്സാമുകൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബുക്സ് ആണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ക്ലിയർ ആയിട്ട് ഉണ്ടാകും എന്ന് വിചാരിക്കുന്നു. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ എപ്പോഴും ഒരു കോമ്പറ്റീവ് എക്സാമിന് പഠിക്കുന്ന സമയത്ത് നമ്മൾ ബുക്സ് കുറെ കാണാതെ പഠിക്കുന്നതിന്, ബുക്സിന്റെ കണ്ടന്റ്സ് പഠിക്കുന്നതിന്റെ കൂടെ തന്നെ ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് പറയാൻ പോകുന്നത് ഈ ഒരു ഫസ്റ്റ് എക്സാം ഫോർമാൻ, സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് അല്ലേ. സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ടിൽ വെച്ചിട്ടുള്ള ഫോർമാൻ ആയിട്ടുള്ള എക്സാമിന്റെ പ്രത്യേകത എന്താ, നമ്മളുടെ AMVAയുടെ സെയിം സിലബസിൽ ഈ ഏറ്റവും റീസെന്റ് AMVAയിൽ നടന്നിട്ടുള്ള എക്സാം, ഏറ്റവും റീസെന്റ് പറഞ്ഞാൽ ഇപ്പം ഈ AMVAന്റെ നോട്ടിഫിക്കേഷൻ വന്നു, ഇതിന്റെ മുന്നേ നടന്നിട്ടുള്ള എക്സാം, ഇനിയിപ്പോൾ നോട്ടിഫിക്കേഷൻ വന്ന AMVA എക്സാം നടക്കുന്നത് വരെ വേറെ ഈ സിലബസിൽ എക്സാം നടക്കാനും ഇല്ല.
അപ്പോൾ നമുക്കറിയാം AMVയുടെ സിലബസിൽ നടന്നിട്ടുള്ള ഒരു എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ കറക്റ്റ് വന്നിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് അനാലിസിസ് ചെയ്ത് അതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കാം. പിന്നെ നമുക്ക് AMVയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാവും. 2023 നേരത്തെ നടന്ന AMVയുടെ എക്സാം നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ ഇത് രണ്ടും ഒരേ സിലബസ് ആട്ടോ വരുന്നത്. പിന്നെ അതിന്റെ മുന്നത്തെ സിലബസിലാണ് 2015 എക്സാമിനേഷന്റെ, അതേപോലെ MTCIന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ, MTSIന്റെ മോട്ടോർ ട്രാൻസ്പോർട്ട് CI, മോട്ടോർ ട്രാൻസ്പോർട്ട് SI അല്ലേ, അതിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കാര്യങ്ങൾ. അതിൽ ഓട്ടോമൊബൈലിന്റെ പാട്ടും കാര്യങ്ങളും ഒക്കെ നമുക്ക് കൂടുതലായിട്ട് കിട്ടും. പിന്നെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ മെക്കാനിക്കൽ യൂസ് ചെയ്യാം, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഓട്ടോമൊബൈൽ ഉപയോഗിക്കാം അല്ലേ. പിന്നെ മെക്കാനിക്കൽ സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷനിലേക്കുള്ള മെക്കാനിക്കുമായി ബന്ധപ്പെട്ടുള്ള എക്സാമുകളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉപയോഗിക്കാം. അതേപോലെ തന്നെ ITI ലെവലിലുള്ള ജൂനിയർ ഇൻസ്ട്രക്ടർ MMV പോലുള്ള എക്സാമുകളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കാര്യങ്ങൾ ഉപയോഗിക്കാം. MMV ഉപയോഗിക്കാം, ഡീസൽ മെക്ക് ഉപയോഗിക്കാം, ഓട്ടോമൊബൈൽ മെക്കാനിക് ഉപയോഗിക്കാം, 2 വീലർ 3 വീലർ ഓട്ടോമൊബൈൽ ഉപയോഗിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ പേപ്പർ റെഫറൻസിന് വേണ്ടി ഉപയോഗിക്കാം. അത് ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഫുൾ കാര്യങ്ങൾ ഉണ്ടാവും എന്നല്ല, നമുക്ക് ആ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള ഭാഗങ്ങളാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അഡീഷണൽ റെഫറൻസിന് വേണ്ടിയിട്ട് നമ്മൾ നിമി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പൂൾസ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബുക്സ് കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. സോ ഇതൊക്കെയാണ് നമുക്ക് റെഫറൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതേപോലെ കണ്ടൻസ്, മെറ്റീരിയൽസ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചോദിക്കണേ. AMVയുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് എക്സാം വരെ വാലിഡിറ്റിയിൽ നിങ്ങൾ ചോദ്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും മെന്റർഷിപ്പോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഫുൾ സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള റെക്കോർഡർ ക്ലാസ്സസ് ആയിട്ട് എക്സ്ട്രാ ലൈവ് സെക്ഷൻസോട് കൂടി പഠിക്കാം. കാരണം നമ്മൾ ഇത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന പല ആളുകളും ജോലിക്ക് പോകുന്ന ആളുകളായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള. അപ്പോൾ നമുക്ക് എല്ലാ സമയത്തും പഠിക്കാൻ പറ്റണമെന്നില്ല. സോ റെക്കോർഡ് സെക്ഷൻസ് ആണ് ആപ്പിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെക്കോർഡ് സെക്ഷൻസ് കറക്റ്റായിട്ട് നിങ്ങളുടെ ഫ്രീ ടൈം അനുസരിച്ച് പഠിക്കാം. പ്ലസ് എക്സ്ട്രാ ലൈവ് സെക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഡൗട്ടോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. കൂടുതൽ ടൈം ഡിലേ ആക്കരുത്. നമ്മൾ എന്ത് ചെയ്യുക, നേരത്തെ തുടങ്ങിയിട്ട് നമുക്ക് അതിനുള്ള ബെനിഫിറ്റ്സ് കാര്യങ്ങൾ കിട്ടണം. പ്രോപ്പറായിട്ട് ഒരു സ്റ്റഡി പ്ലാൻ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ സമയത്തിനനുസരിച്ചുള്ള ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് വീഡിയോന്റെ താഴെ കമന്റ് ആയിട്ട് ചോദിക്കാം. വീഡിയോ കാണുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ നമ്മളുടെ ഓൾറെഡി നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടെക് PSC മെക്കാനിക്കൽ എക്സാംസ് പറഞ്ഞിട്ടുള്ള പേജാണ്. മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സസും കാര്യങ്ങളുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ചാനലിലൂടെ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫോളോ ചെയ്ത് വെക്കാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾ ചാനൽ ഫോളോ ചെയ്ത് വെക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീഡിയോസ് കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ